ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്മാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വ്രജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. സുസ്വാഗതം. ഇന്ന് പങ്കുനി ഉത്രം. ശബരിമലയിലും അതുപോലെ തന്നെ എല്ലാ ശാസ്താക്ഷേത്രങ്ങളിലും അതുപോലെ പാലക്കാടും മറ്റ് കേരളത്തിൽ മുഴുവനുള്ള ദേവീക്ഷേത്രങ്ങളിൽ പലയിടത്തും വിശേഷ ദിവസം. എല്ലാവർക്കും ആ ഈശ്വര അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം ഉത്തരാർദ്ധം ആരംഭിച്ചു. നമ്മൾ രാവിലെ 50-ാം അധ്യായം, ദശമസ്കന്ധത്തിലെ 50-ാം അധ്യായം ജരാസന്ധനുമായിട്ടുള്ള ഭഗവാന്റെയും ബലരാമസ്വാമിയുടെയും യുദ്ധമാണ് നമ്മൾ കാണുന്ന ഭാഗം. നമുക്ക് ആദ്യം വായിക്കാം. 50-ാം അധ്യായം ആദ്യത്തെ 43 ശ്ലോകങ്ങൾ വായിക്കാം. അതുവരയ്ക്കാണ് ജരാസന്ധ യുദ്ധം വർണ്ണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കഥ ചെറിയൊരു എന്താ പറയുക, ഒരു യവനൻ്റെ ആക്രമണമാണ്. പിന്നെ ആക്രമണം നാരദൻ കൂട്ടിയിട്ട് വന്നതാണ്. യവനനെ മുചുകുന്ദൻ്റെ കൈകൊണ്ടാണ്, ആ മുചുകുന്ദൻ്റെ ദൃഷ്ടിപാതം കൊണ്ടാണ് ആ യവനനെ നശിപ്പിക്കുന്നത്. ഭഗവാൻ അതിൻ്റെ നടുവിൽ നാടകം കളിക്കുന്നു. ആ കഥകളിലേക്ക് നമുക്ക് 44-ാം ശ്ലോകം മുതൽക്കാണ് പ്രവേശിക്കുന്നത്. 43 വരെയാണ് ജരാസന്ധ യുദ്ധവർണ്ണന. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 50-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അസ്തി പ്രാപ്തിശ്ച കംസസ്യ മഹിഷ്യൗ ഭരതർഷഭ. മൃതേ ഭർത്തരി ദുഃഖാർത്തേ ഇയതുസ്മ പിതൃഗൃഹാൻ. പിത്രേ മാഗധരാജായ ജരാസന്ധായ ദുഃഖിതേ. വേദയാഞ്ചക്രതു സർവം ആത്മവൈധവ്യകാരണം. സ തദപ്രിയമാകർണ്യ ശോകാമർഷയുതോ നൃപ. അയാദവീം മഹീം കർത്തും ചക്രേ പരമമുദ്യമം. അക്ഷൗഹിണീഭിർവിംശത്യ തിസൃഭിശ്ചാപി സംവൃതഃ. യദുരാജധാനീം മധുരാം നരുണത് സർവതോ ദിശം. നിരീക്ഷ്യ തദ്ബലം കൃഷ്ണഃ ഉദ്വേലമിവ സാഗരം. സ്വപുരം തേന സമൃദ്ധം സ്വജനം ച ഭയാകുലം. ചിന്തയാമാസ ഭഗവാൻ ഹരിഃ കാരണമാനുഷഃ. തദ്ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം. ഹനിഷ്യാമി ബലം ഹേതത് ഭുവി ഭാരം സമാഹിതം. മഗധേന സമാനീതം വശ്യാനാം സർവഭൂഭുജാം. അക്ഷൗഹിണീഭിഃ സംഖ്യാതം ബടാശ്വരത കുഞ്ചരൈഃ. മഗധസ്തു ന ഹന്തവ്യോ ഭൂയഃ കർത്താ ബലോദ്യമം. ഏതദർത്ഥോവതാരോയം ഭൂഭാരഹരണായ മേ. സംരക്ഷണായ സാധൂനാം കൃതോ അന്യേഷാം വധായ ച. അന്യോപി ധർമ്മരക്ഷായൈ ദേഹഃ സംപ്രിയതേ മയാ. വിരാമായാപ്യധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത്. ഏവം ധ്യായതി ഗോവിന്ദേ ആകാശാത് സൂര്യവർച്ചസൗ രഥൗ. ഉപസ്ഥിതൗ സദ്യഃ സസൂതൗ സപരിച്ഛദൗ.
ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഋഷികേശഃ സംകർഷണമധാബ്രവീത് പശ്യാര്യ വ്യസനം പ്രാപ്തം യദൂനാം ത്വാവതാം പ്രഭോ ഏഷതേ രഥായാതോ ദൈതാന്യായുധാനി ച യാനമാസ്ഥായ ജഹ്യേതദ്വ്യസനാത് സ്വാൻ സമുദ്ദര ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാം ഈശ ശർമ്മകൃത് ത്രയോവിംശത്യനീകാഖ്യം ഭൂമേർഭാരം അപാകുരു ഏവം സമ്മന്ത്ര്യദാശാർഹൗ ദംശിതൗ രഥിനൗ പുരാത് നിർജഗ്മതുഃ സ്വായുധാഢ്യൗ ബലേനാൽപീയസാവൃതൗ ശംഖം ദദ്മൗ വിനിർഗത്യ ഹരിർദാരുകസാരഥിഃ തതോ ഭൂത്പരസൈന്യാനാം ഹൃദി വിത്രാസവേപദുഃ താവാഹമാഗതോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരുഷാദമ ന ത്വയാ യോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ നയോത്സ്യേ യാഹി ബന്ധുഹൻ തവ രാമായതി ശ്രദ്ധാ യുധ്യസ്വ ധൈര്യമുദ്വഹ ഹിത്വാ വാ മച്ഛരൈ ഛിന്നം ദേഹം സ്വര്യാഹി മാം ജഹി. ശ്രീഭഗവാനുവാച ന വൈ ശൂരാ വികഥന്തെ ദർശയന്ത്യേവ പൗരുഷം ന ഗൃഹീമോ വചോ രാജൻ ആതുരസ്യ മുമൂർഷതഃ. ശ്രീശുക ഉവാച ജരാസുതസ്ഥൗ അഭിസൃത്യ മാധവൗ മഹാബലൗഘേന ബലീയസാ വൃണോത് സൈന്യയാനധ്വജവാജിസാരഥി സൂര്യാനലൗ വായുരിവാഭ്രരേണുഭിഃ. സുപർണതാലധ്വജ ചിഹ്നിതൗ രഥൗ അലക്ഷയന്ത്യോ ഹരിരാമയോർമൃധേ സ്ത്രിയ പുരാട്ടാളകഹർമ്മ്യ ഗോപുരം സമാശ്രിതാ സമ്മുമുഹു ശുചാർവിദാഃ. ഹരിപരാനീകപയോമുജാം മുഹുഃ ശിലീമുഖാത്യുൽബണവർഷപീഡിതം സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വ്യസ്ഫൂർജയത്ശാർംഗശരാസനോത്തമം. ഗൃഹ്ണൻ നിഷംഗാദത സന്തതച്ഛരാൻ വികൃഷ്യ മുഞ്ചൻ ശിതബാണപൂഗാൻ നിഘ്നൻ രഥാൻ കുഞ്ചരവാജിപത്വീൻ നിരന്തരം യദ്വതലാദചക്രം. നിർഭിന്ന കുംഭാകരിണോ നിപേതുഃ അനേകശോശ്വാഹ ശരവൃക്ണകന്ധരാഃ രഥാഹതാശ്വദ്വജസൂതനായകാഃ പദാദയച്ഛിന്നഭുജോരുകന്ധരാഃ. സംഛിദ്യമാനദ്വിപദേ ബവാജിനാം അംഗപ്രസൂതാ ശതശോസുകാപഗാഃ ഭുജാഹയ പൂരുഷശീർഷകച്ഛപാ ഹതദ്വിപദ്വീപ ഹയഗ്രഹാകുലാഃ. കരോരുമീനാ നരകേശശൈവല ധനുസ്തരംഗായുധ ഗുൽമസങ്കുലാഃ. അച്ചൂരികാവർത്തഭയാനക മഹാമണി പ്രവേഗാഭരണാശ്മശർക്കരാഃ. പ്രവർത്തിതാ ഭീരുഭയാവഹ മൃദേ മനസ്വിനാം ഹർഷകരീ പരസ്പരം. വിനിഘ്നധാരീൻ മുസലേന ദുർമദാൻ സംകർഷണേന പരിമേയ തേജസാ. ബലം തദംഗാർണവദുർഗ ഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോഃ വിക്രീഡിതം തജ്ജഗദീശയോഃ പരം. സ്ഥിത്യുൽഭവാന്തം ഭുവനത്രയസ്യ യഃ സമീഹതേ അനന്തഗുണസ്വലീലയാ ന തസ്യ ചിത്രം പരപക്ഷനിഗ്രഹ തഥാഭിമർത്യാനുവിദസ്യ വർണ്യത്തെ. ജഗ്രാഹവിരതം രാമോ ജരാസന്ധം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹഃ സിംഹമിവൗജസാ. ബധ്യമാനം ഹതാരാതിം പാശൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദഃ തേന കാര്യചികീർഷയാ. സമുക്തോ ലോകനാഥാഭ്യാം പ്രീഡിതോ വീരസമ്മതഃ തപസേ കൃതസങ്കൽപ്പോ വാരിത പതിരാജഭിഃ. വാക്യൈ പവിത്രാർത്ഥപതൈർനയനൈ പ്രാകൃതൈരഭി സ്വകർമ്മബന്ധപ്രാപ്തോയം യദുഭിസ്തേ പരാഭവഃ. ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹദ്രതസ്തദാ ഉപേക്ഷിതോ ഭഗവതാ മഗധാൻ ദുർമനായയൗ. മുകുന്ദോപ്യക്ഷതബലോ നിസ്തീർണാരിബലാർണവഃ വികീര്യമാണ കുസുമൈഃ ത്രിദശൈരനുമോദിതഃ. മാതുരൈർ ഉപസംഗമ്യ വിജ്വരൈർമുദിതാത്മഭിഃ
ഉപഗീയമാന വിജയ സൂതമാഗതവന്ദിഭിः ശംഖദുന്ദുഭയോ നേതുഃ ഭേരീതുര്യാണ്യനേകശഃ വീണാവേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ സിക്തമാർഗാം ഹൃഷ്ടജനാം പതാകാവിരലങ്കൃതാം നിർഗുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം നിചീയമാനോ നാരീഭിः നിർമാല്യദധ്യക്ഷതങ്കുരൈः നിരീക്ഷ്യമാണഃ സസ്നേഹം പ്രീത്യുത്കലിതലോചനൈः ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തത്സർവമാഹൃതം പ്രാദിശത് പ്രഭുഃ ഏവം സപ്തദശ കൃത്വഃ താവത്യക്ഷൗഹിണീ ബലഃ യുയുധേ മാഗധോ രാജാ യദുഭിः കൃഷ്ണപാലിതൈः അക്ഷിണ്വൻ തദ്ബലം സർവം വൃഷ്ണയ കൃഷ്ണതേജസാ ഹതേഷു സേഷ്വനീകേഷു തെക്തോയാദരിഭിർനൃപഃ. നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ദശമസ്കന്ധത്തിലെ ഉത്തരാർദ്ധം ജരാസന്ധ യുദ്ധത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഭഗവാന്റെ യൗവന ഗൃഹസ്ഥാശ്രമ ലീലകളാണ് ഉത്തരാർദ്ധത്തിൽ വിശേഷമായിട്ട് വർണ്ണിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ളൊരു പ്രവേശനം. കംസവധം കഴിഞ്ഞപ്പോൾ കംസന്റെ രണ്ട് ഭാര്യമാർ ജരാസന്ധന്റെ പുത്രിമാരായിരുന്നു. അസ്ഥി, പ്രാപ്തി. അവർ ഭർത്താവ് മരിച്ച ദുഃഖത്തോടുകൂടി പിതാവിന്റെ ഗൃഹത്തിൽ ചെന്ന് കരഞ്ഞ് അവരുടെ ദുർഗതിയെക്കുറിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നും മറ്റുമൊക്കെ വളരെയധികം വർണ്ണിച്ച് കേൾപ്പിച്ചു. ഇത് കേട്ട് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയും കൂടാതെ ആരാണ് കംസന്റെ മരണത്തിന് കാരണക്കാരൻ? കംസൻ സ്വയം തന്നെയാണ്, അല്ലേ? അല്ലാതെ അമ്മാവനെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും കാരണം ഉണ്ടാക്കി കൊന്നതല്ല മരുമകൻ. ദുഷ്ടന്മാര് അവരുടെ പ്രവൃത്തി കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ അത് സാധാരണമാണ്. ദുഷ്ട സ്വഭാവം കൊണ്ട് മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉപദ്രവിച്ച് വെറുതെ ഇരിക്കുന്നവരെ, മര്യാദക്കാരായിരിക്കുന്നവരെ ഒക്കെ പ്രകോപിപ്പിക്കും. ഇതെല്ലാ കാലത്തും ലോക സ്വഭാവമാണ്, അല്ലേ? എന്നിട്ട് പ്രകോപിപ്പിച്ച ശേഷം, ഉപദ്രവിച്ച് പീഡിപ്പിച്ച ശേഷം തിരിച്ചടിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് കരയുക. അത് ഈ ലോകത്തിൽ ഇപ്പോഴും ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് തിരിച്ചടിക്കാൻ പാടില്ല, ഇങ്ങോട്ട് എന്ത് ചെയ്താലും നമ്മൾ സഹിച്ചോളണം, അല്ലേ? അങ്ങോട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ കരച്ചിൽ തുടങ്ങും. ഇന്നത്തെ രാഷ്ട്രീയവും മതപരവും എല്ലാമായിരിക്കുന്ന രംഗങ്ങളിലൊക്കെ നടക്കുന്നത് ഇതാണ്. ആദ്യം ചെന്ന് പ്രകോപിപ്പിക്കും, ഉപദ്രവിക്കും, എന്നിട്ട് തിരിച്ചടി ഉണ്ടാവുമ്പോൾ കരയുക. അപ്പം അതുപോലെയാണ് ഇവിടെ കംസന്റെ ഭാര്യമാര് കൃഷ്ണനെയും ബലരാമനെയും കുറ്റം പറഞ്ഞിട്ട് നിരപരാധിയായ കംസനെ മധുരാപുരിയിൽ അവിടുന്ന് വൃന്ദാവനത്തിൽ നിന്ന് വന്നിട്ടാണ് കൊന്നത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവതരിപ്പിച്ച് കാണും.
അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഒരു ചിന്തയും കൂടാതെ ആ ദുഷ്ട സ്വഭാവം കാണിച്ചു ജരാസന്ധനും. അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, ഈ ഭൂമിയിൽ ഞാൻ ഈ യാദവന്മാരെ ബാക്കി വെച്ചേക്കില്ല. അയാദവീം മഹീം കർത്തും ചക്രയെ പരമം ഉദ്യമം. മഹിയെ അയാദവീം കർത്തും, യാദവന്മാരില്ലാതാക്കി തീർക്കാനായിട്ട് വലിയ ഉദ്യമത്തെ ആരംഭിച്ചു. 23 അക്ഷൗഹിണികളെ കൊണ്ട്, വിംശത്യാ തിസൃഭിശ്ച അപി അക്ഷൗഹിണീഭിഃ സംവൃത യദുരാജധാനിയും മധുരാം നിരുണത് സർവതോ ദിശ. ആ യദുരാജധാനിയായ മധുരാപുരിയെ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിച്ച് വളഞ്ഞു. അങ്ങനെ സമുദ്രത്തിൽ നിന്ന് വേലിയേറ്റം വരുന്നത് പോലെ തിരതള്ളി വരുന്നതായിട്ടുള്ള ആ വലിയ സൈന്യത്തെ കണ്ട് ഭഗവാൻ ഈ ശത്രു സൈന്യത്താൽ പുരം വളയപ്പെട്ടിരിക്കുന്നതുമായിട്ട് കണ്ട് ഇങ്ങനെ ചിന്തിച്ചു. ചിന്തയാമാസ ഭഗവാൻ ഹരിഹി കാരണമാനുഷ. ഭഗവാൻ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി, ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കാൻ വേണ്ടി, സജ്ജനങ്ങളെ പരിപാലിക്കാൻ വേണ്ടി ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ട് കാരണമാനുഷനാണ്. കാരണം കൊണ്ട് മനുഷ്യനായി അവതരിച്ചവൻ. അപ്പൊ ഭഗവാൻ ഹരി ചിന്തിച്ചു, എന്താ അപ്പൊ ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ അവതാര ലീല, അവതാര പ്രയോജനം, ദേശകാല അനുഗുണമായിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചു. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, ഈ ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന ഈ സൈന്യത്തെ മുഴുവൻ ഞാൻ കൊല്ലും. മഗധൻ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ വശത്തുള്ള വശ്യാനാം സർവഭൂഭുജാം, അദ്ദേഹത്തിന് വശ്യന്മാരായിരിക്കുന്ന ഭൂഭുജന്മാര്, രാജാക്കന്മാര്, ഞാൻ രാവിലെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അത്രയും ശക്തനായിട്ടുള്ള ജരാസന്ധനെ എല്ലാവർക്കും ഭയമാണ്. അതുകൊണ്ട് എല്ലാവരും സുഹൃത്തായിത്തീരും. അദ്ദേഹത്തിന് അനുസരിക്കുന്നവരും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നവരുമായി തീരും. എതിർത്തവരെയൊക്കെ അദ്ദേഹം കാരാഗൃഹത്തിൽ അടച്ചിട്ടും ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള അദ്ദേഹത്തിന് വശ്യന്മാരായിട്ടുള്ള ആ രാജാക്കന്മാരെ കുറിച്ച് ഈ ചതുരംഗ സൈന്യ രൂപത്തിൽ ഭൂമിക്ക് ഭാരമായി വന്നിരിക്കുന്ന ഇവരെ, അതുപോലെ സാധുക്കളെ സംരക്ഷിക്കാനായിക്കൊണ്ടും ദുഷ്ടന്മാരുടെ വധത്തിനായിക്കൊണ്ടും ധർമ്മരക്ഷയ്ക്കായിക്കൊണ്ടും ഞാൻ മുമ്പും പല ശരീരങ്ങൾ എടുത്തിട്ടുണ്ട്. അധർമ്മത്തിന്റെ വിരാമത്തിനായിക്കൊണ്ട്, അധർമ്മം എപ്പോഴാണോ പ്രഭാവം കാണിക്കുന്നത് അപ്പോഴൊക്കെ ഞാൻ അതിന്റെ വിരാമത്തിനായിക്കൊണ്ട് അവതരിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു അവതാരമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് സ്വയം തീരുമാനിച്ചു. അങ്ങനെ ഏവം ധ്യായതി ഗോവിന്ദേ ആകാശാത് സൂര്യവർച്ചസൗ രഥൗ ഉപസ്ഥിതൗ. ഗോവിന്ദൻ ഇപ്രകാരം ചിന്തിച്ചതായിട്ടുള്ള സമയത്ത് ആകാശത്ത് നിന്ന് 2 രഥങ്ങൾ സൂര്യ തേജസ്സോടുകൂടി വന്നു ചേർന്നു. അതിലെല്ലാ പരിച്ഛദങ്ങളോടും തേരാളികളോടും കൂടിയിട്ടാണ് വന്നു ചേർന്നത്. സസൂതൗ സപരിച്ഛദൗ. സസൂതൗ എന്ന് സൂതൗ എന്ന് ദീർഘത്തിൽ തന്നെ വായിക്കാൻ മറക്കരുത്. സസുതൗ എന്നല്ല, മക്കളോട് കൂടിയിട്ടല്ല വന്നിരിക്കുന്നത്, തേരാളികളോട് കൂടിയിട്ടാണ്. സസൂതൗ സപരിച്ഛദൗ. അപ്പോ ആയുധങ്ങളെല്ലാം കണ്ട് ആ ഋഷികേശൻ ഏട്ടനായ ബലരാമസ്വാമിയോട് ഇങ്ങനെ പറഞ്ഞു, ജ്യേഷ്ഠ, യാദവന്മാർക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു വ്യസനത്തെ അങ്ങ് കാണൂ. അങ്ങല്ലേ അവരുടെ രക്ഷകൻ. അല്ലേ? ത്വാവതാം യദൂനാം വ്യസനം പ്രാപ്തം പശ്യ. അങ്ങയാൽ രക്ഷിക്കപ്പെടുന്നവരായ ഈ യാദവന്മാർക്ക് വന്നു ചേർന്നിരിക്കുന്ന ആപത്തുകളെ അങ്ങ് കാണൂ. യേശത്തെ രഥായാതോ ദൈതാനി ആയുധാനിച്ച്. ഇപ്പോഴിതാ അങ്ങയ്ക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ആയുധങ്ങളോടുകൂടിയ രഥം വന്നു ചേർന്നിട്ടുണ്ട്. ഇപ്പതാ 23 അക്ഷൗഹിണി എന്ന പേരോടുകൂടിയ ഭൂമിയുടെ ഭാരം വന്നു ചേർന്നിട്ടുണ്ട്. ആ ഭൂമിയുടെ ഭാരത്തെ അങ്ങ് അപാഗുരു. ഇതാണല്ലോ നമ്മുടെ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ള കർത്തവ്യം. ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാം ഈശ ശർമ്മകൃത്. സാധുക്കൾക്ക് ശർമ്മത്തെ, സുഖത്തെ ചെയ്യലും ഈ ഭൂമിയുടെ ഭാരം തീർക്കലിനുമാണല്ലോ നമ്മുടെ ജന്മം. അതുകൊണ്ട് അങ്ങ് ഈ സൈന്യരൂപത്തിൽ വന്നിരിക്കുന്ന ഭൂമിഭാരത്തെ ഇല്ലാതാക്കിയാലും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്
രണ്ടുപേരും ദാശാർഹന്മാർ, യാദവൻ പ്രമുഖന്മാരായ രണ്ടുപേരും ദംശിതൗ, രണ്ടുപേരും പടച്ചട്ടകളെല്ലാം ബന്ധിച്ച് രഥിനൗ, രഥത്തിൽ കയറിയവരായിക്കൊണ്ട് പുരാത് നിർജഗ്മതുഹു, ആ മധുരാപുരിയിൽ നിന്ന് നിർഗമിച്ചു. സ്വായുധാഢ്യൗ, അവനവന്റെ ആയുധങ്ങളെ കൊണ്ട് ആഢ്യന്മാരായിട്ട് അലങ്കൃതരായിട്ട് ബലേന അൽപീയസ ആവൃതൗ, ചെറിയൊരു അൽപീയസ ബലേന ആവൃതൗ, ചെറിയൊരു സൈന്യം മാത്രം അവര് പുറത്തേക്ക് കൊണ്ടുവന്നുള്ളൂ. വന്ന ശേഷം ഭഗവാൻ എന്ത് ചെയ്തു? വിനിർഗത്യ ശംഖം ദദ്മൗ, താൻ റെഡിയാണ്, നിങ്ങളെ നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഭഗവാൻ ശംഖ മുഴക്കി. ദാരുക സാരഥിയായിട്ടുള്ള ഹരി, ദാരുകൻ എന്നതാണ് കൃഷ്ണന്റെ സാരഥിയുടെ പേര്. ഇനി മുഴുവൻ ഭഗവാന്റെ സ്വധാമ പ്രവേശം വരെയും, ഭഗവാൻ തന്റെ ശരീരം ഉപേക്ഷിച്ച് തന്റെ ധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് വരെയും ഇനി ഈ സാരഥി മാറാൻ പോകുന്നില്ല. ഏകദേശം 100-ലധികം വർഷങ്ങൾ ഭഗവാന്റെ സാരഥിയായി സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ഈ ദാരുകന് ലഭിച്ചു അർത്ഥം. അപ്പോ ഭഗവാൻ ശംഖം മുഴക്കി. ജരാസന്ധൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നോക്കാം. പതിനേഴാം ശ്ലോകം മുതൽ രാവിലെ നമ്മൾ 16 വരെയാണ് പറഞ്ഞു നിർത്തിയത്. തതോ ഭൂത്പരസൈന്യാനാം ഹൃദി വിത്രാസവേ ബധുഃ താവാഹമാഗധോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരുഷാധമ ന ത്വയാ യോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ ലയോത്സ്യേ യാഹി ബന്ധുഹൻ. തതോ ഭൂത്പരസൈന്യാനാം ഹൃദി വിത്രാസവേ ബധുഃ താവാഹമാഗതോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരുഷാഗമ ന ത്വയാ യോദ്ധുമിച്ഛാമി ബാലേനൈതേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ നയോത്സ്യേ യാഹി ബന്ധുഹൻ. അപ്പോ തതോ അഭൂത് പരസൈന്യാനാം ഹൃദി വിത്രാസവേ വധുഃ, ഭഗവാൻ ശംഖ് മുഴക്കിയതോടുകൂടിയിട്ട് ആ പരസൈന്യങ്ങൾക്ക് അഥവാ ശത്രു സൈന്യങ്ങൾക്ക്, ജരാസന്ധൻ കൊണ്ടുവന്ന ആ 23 അക്ഷൗഹിണി സൈന്യങ്ങൾക്ക്, അതിന്റെ നായകന്മാരടക്കമുള്ളവർക്ക് ഹൃദി വിത്രാസവേവധുഃ അഭൂത്, അവരുടെ ഹൃദയത്തിൽ വിത്രാസം എന്ന് പറഞ്ഞാൽ ഭയം, ആ ഭയത്തോടു കൂടിയതായിട്ടുള്ള വേപതു, വിറയലും, ഒരു ഞെട്ടലും വിറയലും ഒക്കെ അവരുടെ ഉള്ളില് ഉണ്ടായി. കാരണം അതുപോലെ ഗംഭീരമാണ് ഭഗവാന്റെ ഈ പാഞ്ചജന്യ ഘോഷം. നമ്മുടെ മഹാഭാരതത്തിലും അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ആരംഭത്തിലും ഇതുപോലെ ശംഖഘോഷം വർണ്ണിക്കുന്നുണ്ടല്ലോ. ഭഗവാൻ തന്നെയാണ് പാണ്ഡവന്മാരുടെ പക്ഷത്തു നിന്ന് ആദ്യം ശംഖ് മുഴക്കുന്നത്. ഭീഷ്മപിതാമഹന്റെ നേതൃത്വത്തില് കൗരവപക്ഷം ശംഖം മുഴക്കിയപ്പോൾ ഒരു കോലാഹലം, പാണ്ഡവന്മാരെ ഭയപ്പെടുത്തിയതൊന്നുമില്ല. എന്നാൽ പാണ്ഡവന്മാര് വളരെ അച്ചടക്കത്തോടുകൂടി ക്രമത്തില് ശംഖങ്ങൾ മുഴക്കി. ആദ്യം ഭഗവാൻ തന്റെ പാഞ്ചജന്യം അല്ലേ, പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദ്മൗ മഹാശങ്കം ഭീമകർമാവൃകോദര അനന്തവിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ. ഇങ്ങനെ വരിവരിയായിട്ട് അവര് ശംഖുകൾ മുഴക്കിയതായിട്ടുള്ള സമയത്ത് ധാർത്തരാഷ്ട്രാനാം ഹൃദയാനി വ്യതാരയത്, ധൃതരാഷ്ട്ര പുത്രന്മാരുടെ ഹൃദയങ്ങളെ പിളർന്നു എന്നാണ്. വ്യതാരയത് എന്നുള്ള വിതാരണം ചെയ്തു. അത്രയും ഹൃദയഭേദകമായിരുന്നു ഇവരുടെ ശംഖ് മുഴക്കിയത്. അപ്പൊ അതുപോലെ ഇവിടെ ഭഗവാൻ പാഞ്ചജന്യം മുഴക്കിയതോടുകൂടി ആ ജരാസന്ധ സൈന്യത്തിന് മുഴുവൻ ഹൃദി വിത്രാസവേപതുഃ അഭൂത്. അപ്പൊ തന്റെ സൈന്യം ഭയപ്പെടാതിരിക്കാനായിട്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. അതിന് നായകനായിട്ടുള്ള ജരാസന്ധൻ തന്നെ മുന്നിലേക്ക് ചാടി വീണ്, അഥവാ രഥത്തിൽ ഇരുന്നു കൊണ്ട്
ആ രാമകൃഷ്ണന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. തൗ ആഹ മാഗതോ വീക്ഷ്യ, മാഗത ജരാസന്ധ തൗ വീക്ഷ്യ, ആ രാമകൃഷ്ണന്മാരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ആഹ പറഞ്ഞു. എന്താ പറഞ്ഞ്? ഹേ കൃഷ്ണ പുരുഷാതമ നത്വയാ യോദ്ധുമിച്ഛാമി ബാലേന ഐകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ നയോത്സ്യേ യാഹി ബന്ധുഹൻ. ഉള്ളില് ഭയമാണ്, അത് മറച്ചു വെച്ചുകൊണ്ട് എന്താ വെച്ചാൽ കൃഷ്ണനോട് യുദ്ധം ചെയ്താൽ ഉടനെ കാര്യം അപകടത്തിലാവും. അപ്പൊ കൃഷ്ണൻ എല്ലാവർക്കും മൃത്യുവാണ്, ഈ ദുഷ്ടന്മാർക്കൊക്കെ. അപ്പൊ സ്വന്തം അന്തകൻ മുമ്പിൽ വന്നിരിക്കുന്നത് പോലെ തോന്നും. അപ്പൊ കാലം ആയിട്ടില്ല എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് ഭഗവാനെ അകറ്റാനായിട്ടാണ്, ഭഗവാനോട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ലാതെ ഭഗവാനെ അകറ്റാനായിക്കൊണ്ട് ജരാസന്ധൻ പ്രയോഗിക്കുന്ന ഒരു നയമാണിത്. എന്താ പറഞ്ഞത്? ഹേ കൃഷ്ണ, ഹേ കൃഷ്ണ, ഭഗവാന്റെ പേര് വിളിച്ചു. പുരുഷാധമ, പുരുഷന്മാരിൽ വെച്ച് അധമനായിരിക്കുന്നവനെ, ഇത്രയൊക്കെ സംസ്കൃതത്തിൽ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാൻ പറ്റുന്നതിന്റെ പരമാവധി പറഞ്ഞു. ഹേ പുരുഷാധമ, പുരുഷന്മാരിൽ അധമനായവനെ എന്നാണ് വാസ്തവത്തിൽ ഇദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സംസ്കൃത വാക്കുകളുടെ മാഹാത്മ്യം, സരസ്വതീ ദേവിയുടെ അനുഗ്രഹം, ഭഗവാനെ ആര് ചീത്ത വിളിച്ചാലും അതിനൊക്കെ മറ്റൊരർത്ഥം കൂടി ഉണ്ടാവും, ദ്വയാർത്ഥങ്ങൾ ഉണ്ടാവും. ഇവിടെ പുരുഷാധമ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ വെച്ച് അധമ എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെങ്കിലും മറ്റു പുരുഷന്മാരെയൊക്കെ താഴെയാക്കുന്നവൻ, എല്ലാവരിലും വെച്ച് ഉയരത്തിലിരിക്കുന്നവൻ, ഔന്നത്യത്തിലിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും ഇതിനെ വിഗ്രഹിക്കാം. അപ്പൊ ആ അർത്ഥത്തില് പുരുഷോത്തമനുമാവും. അന്യാൻ പുരുഷാൻ അധക്കരോതി, മറ്റു പുരുഷന്മാരെ താഴെയാക്കുന്നവൻ പുരുഷാധമൻ. ആ അർത്ഥത്തിൽ പുരുഷോത്തമൻ എന്ന അർത്ഥവും വരുന്നർത്ഥം. അതുപോലെ ഭഗവാനെ വിളിക്കുന്ന ഏത് എന്താ പറയുക, വഴക്കായിട്ട് പറയുന്ന വാക്കുകളാണെങ്കിലും ശിശുപാലനാണെങ്കിലും വേറെ ആര് പറഞ്ഞാലും എല്ലാറ്റിനും ദ്വയാർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ ഭഗവാനെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നത്വയാ യോദ്ധുമിച്ഛാമി, നിന്നോട് എനിക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമില്ല. എന്തുകൊണ്ടാ? ഉള്ളിൽ പേടികൊണ്ടാണ്, പുറത്ത് അതൊരു നാടകം അഭിനയിക്കുകയാണ്. ഒരു ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് പറയണം. എന്താ പറയണത്? ബാലേന ഏകേന ലജ്ജയ, എന്റെ ലജ്ജ കൊണ്ട്, എനിക്ക് ലജ്ജയുണ്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ. ഏകേന ബാലേന, ബാലനായിരിക്കുന്ന നിന്നോട്, അശക്തനായ നിന്നോട്, ഏകേന എന്ന് പറഞ്ഞാൽ സഹായമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ മറ്റുള്ള രാജാക്കന്മാരൊന്നും സഹായമില്ലാതെയാണ് രാമകൃഷ്ണന്മാർ വന്നിരിക്കുന്നത്. അപ്പോ ഏകനായി അസഹായിയായി വന്നിരിക്കുന്ന, ബാലനായിരിക്കുന്ന, അശക്തനായിരിക്കുന്ന നിന്നോട് ത്വയാ ലജ്ജയാ യോദ്ധുന്ന ഇച്ഛാമി, എനിക്ക് ലജ്ജ തോന്നുന്നു, നാണം തോന്നുന്നു നിന്നോട് യുദ്ധം ചെയ്യാൻ. അശക്തന്മാരോട്, ബാലന്മാരോടൊക്കെ ശക്തന്മാരായിട്ടുള്ളവർ യുദ്ധം ചെയ്താൽ നാണക്കേട് അവർക്കാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ല. ഗുപ്തേന ഹി ത്വയാ മന്ദ, ഹേ മന്ദ, മന്ദഭാഗ്യനായിരിക്കുന്നവനെ അല്ലെങ്കിൽ മന്ദമതിയായിരിക്കുന്നവനെ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മന്ദ. ഗുപ്തേന ത്വയ, ഗുപ്തേന എന്ന് പറഞ്ഞാൽ നീ സ്വയം നിന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്തു? ജനിച്ച ഉടനെ ഒളിച്ചോടി. ജനിച്ച ഉടനെ ഒളിച്ചോടിയ ആളാണ് കൃഷ്ണൻ, അല്ലേ? കഥയിൽ അങ്ങനെ പറയാലോ. കാരണം ജനിച്ച ഉടനെ വസുദേവർ എന്ത് ചെയ്തു? കൃഷ്ണനെ ഒളിച്ചു കൊണ്ടുപോയിട്ട് നന്ദഗോകുലത്തിൽ കൊണ്ടുപോയി ഗുപ്തനാക്കി. ഗുപ്തനാക്കുക എന്ന് പറഞ്ഞാൽ ഗോപനം ചെയ്യുക, രക്ഷപ്പെടുത്തുക. അപ്പൊ അങ്ങനെ ഒളിച്ചോടി രഹസ്യമായി താമസിച്ച് സ്വയം രക്ഷ പ്രാപിച്ചവനാണ് നീ. അങ്ങനെയുള്ള ഭീരുവായ നിന്നോട് യുദ്ധം ചെയ്യാൻ, മന്ദനായ നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നയോത്സ്യേ, ഞാൻ യുദ്ധം ചെയ്യില്ല. യാഹി, നീ പോ ആണ്. യാഹി ത്വം യാഹി ബന്ധുഹൻ, ബന്ധുക്കളെ കൊന്നവനെ എന്നുവെച്ചാൽ അമ്മാവനെ കൊന്നവനെ എന്ന അർത്ഥത്തില്. അത് പേടിയുണ്ട്. കംസനെ പോലൊരു ശക്തനായിട്ടുള്ള 10,000 ആനയുടെ ബലമുള്ള തന്റെ മരുമകനെ കൊന്നാൽ അവന് തന്നെ കൊല്ലാനുള്ള ശക്തിയുണ്ട് എന്ന്
നല്ല ബോധമുണ്ടാർക്ക് ജരാസന്ധന്. ജരാസന്ധനും കംസനും തുല്യ ബലവാന്മാരാണ്. അവര് ബന്ധുക്കളുമായി, അമ്മാവനും മരുമകനുമായി. അപ്പൊ അങ്ങനെയുള്ള ശക്തനായ കംസനെ കൊന്നവൻ തീർച്ചയായിട്ടും താൻ ഇപ്പൊ നേരിട്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തന്റെ പണി വേഗം തീരും. അപ്പൊ ആ ഭയമാണ് ഉള്ളില് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. ആ ഭീരുത്വം കൊണ്ട് കൃഷ്ണനെ ഒരു ഭീരുവെ പോലെ ഒളിച്ചോടിപ്പോയവൻ, മന്ദൻ, ഏകൻ, ബാലൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ലജ്ജ തോന്നുന്നു നിന്നോട് യുദ്ധം ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. മാത്രമല്ല, ഈ ജരാസന്ധന് ഭഗവാന്റെ കൈകൊണ്ടുള്ള മരണത്തിന് യോഗവുമില്ല, അതിനുള്ള പാകതയായിട്ടില്ല അയാൾ. ഇനിയും ഇതേ ഭഗവാൻ തന്നെ ഭീമനും അർജുനനുമായിട്ട് ഇതേ ജരാസന്ധന്റെ അടുത്ത് ചെന്ന് ദ്വന്ദ്വയുദ്ധം ഭിക്ഷയായി ചോദിക്കുന്നുണ്ട്. ഞങ്ങളിൽ 3 പേരിൽ ആരെ വേണമെങ്കിൽ തെരഞ്ഞെടുത്തോളൂ നമ്മുടെ രാജസൂയം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. രാജസൂയത്തിൽ ദിഗ്വിജയം നടത്തണം. അപ്പൊ അതില് മഗധ ദേശവും ജയിക്കണം പാണ്ഡവന്മാര്. അപ്പൊ അതിന് ഭഗവാൻ അർജുനനെയും ഭീമനെയും വേഷം പ്രച്ഛന്നരായി ബ്രാഹ്മണ വേഷത്തിൽ ചെന്ന് രാവിലെ അദ്ദേഹം ദാനം കൊടുക്കുന്നതായിട്ട് സമയത്ത് ചെന്ന് ആ ബ്രാഹ്മണരുടെ പുറകിൽ നിന്നുകൊണ്ട് ക്യൂ നിന്ന് ചോദിക്കും. അപ്പൊ എന്താ ദാനം വേണ്ടത് ചോദിച്ചപ്പോ ദ്വന്ദ്വയുദ്ധമാണ് ചോദിച്ചത് ഇവര്. അപ്പൊ ഞങ്ങളിൽ 3 പേരിൽ ആരെ വേണമെങ്കിൽ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞ് സ്വയം ഐഡന്റിറ്റികളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ് അപ്പോഴും ഇതേ പരിഹാസം കൃഷ്ണനോട് പറയുന്നത്. ഇതുപോലെയുള്ള പരിഹാസവും മറ്റു ചില പരിഹാസങ്ങൾ കൂട്ടിച്ചേർത്തൊക്കെ ആയിട്ടാണ് അപ്പോ ജരാസന്ധൻ പറയുന്നത്, നിന്നോട് ഞാൻ യുദ്ധത്തിനില്ല, അർജുനനും എന്റെ മുമ്പിൽ നിൽക്കാൻ കൊച്ചുകുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഭീമനോട് യുദ്ധം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെയും ഭഗവാന്റെ കൈകൊണ്ട് മരണം വരിക്കാൻ അദ്ദേഹത്തിന് യോഗമില്ല. ഭീമസേനന്റെ കൈകൊണ്ട് കൊല്ലപ്പെടേണ്ടവനാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഭഗവാനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് നത്വയായോദ്ധുമിച്ഛാമി ബാലേനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ നയോത്സ്യേ യാഹി ബന്ധുഹൻ. അമ്മാവനെ കൊന്നവനെ അങ്ങോട്ട് മാറി നിൽക്ക്, നീ പോ കടന്നിട്ട് എന്നൊക്കെ മട്ടില് നിന്ദയോട് കൂടിയിട്ടാണ് പറയുന്നത്. വാസ്തവത്തിൽ ഭഗവാൻ ബന്ധുഹന്താവ് തന്നെയാണ് അല്ലേ? നമ്മുടെയൊക്കെ മമതകളെ ഹനിക്കുന്നവനാണ് ഭഗവാൻ. നമ്മൾക്ക് ബന്ധുക്കളോടുള്ള മമതയെ ഹനിച്ച് നമുക്ക് വൈരാഗ്യം നൽകി മോക്ഷം നൽകുന്ന ആളാണ്. എല്ലാ ബന്ധങ്ങളെയും നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഇരിക്കട്ടെ. ഇനി രാമനെ നേരിട്ടുകൊണ്ട് കൃഷ്ണനെ ഒഴിവാക്കി ബലരാമനെ നോക്കിക്കൊണ്ട് പറയുന്നു, തവ രാമ യദി ശ്രദ്ധ യുദ്ധ്യസ്വ ധൈര്യമുദ്വഹ ഹിത്വാ വാമച്ഛരൈശ്ചിന്നം ദേഹം സ്വര്യാഹി മാം ജഹി. തവ രാമ യദി ശ്രദ്ധ യുദ്ധ്യസ്വ ധൈര്യമുദ്വഹ ഹിത്വാ വാമച്ഛരൈശ്ചിന്നം ദേഹം സ്വര്യാഹി മാം ജഹി. രാമ തവ ശ്രദ്ധായതി യുദ്ധ്യസ്വ. രാമ, നിനക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യ. ധൈര്യമുദ്വഹ, ധൈര്യത്തെ അവലംബിക്കുക. നീ പിന്തിരിഞ്ഞോടാൻ പാടില്ല എന്ന് താല്പര്യം. ധൈര്യം എന്ന് പറഞ്ഞാൽ സ്ഥൈര്യം തന്നെയാണ്, നല്ല നിശ്ചയദാർഢ്യം. അപ്പൊ നല്ല ബുദ്ധിയോടുകൂടി നല്ല തീരുമാനമെടുത്ത് നിശ്ചയിച്ച് നീ എന്റെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്യേ, പിന്തിരിഞ്ഞ് ഓടിപ്പോകരുത്. ധൈര്യമുദ്വഹ. അങ്ങനെ നീ എന്നോട് യുദ്ധം ചെയ്താൽ മച്ഛരൈശ്ചിന്നം ദേഹം ഹിത്വാ സ്വഹ യാഹി. മച്ഛരൈഹി ചിഹ്നം, എന്റെ ശരങ്ങളാൽ ഛേദിക്കപ്പെട്ടതായിട്ടുള്ള ദേഹം ഹിത്വ, ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് സ്വഹ യാഹി. സ്വഹ എന്ന് പറഞ്ഞാൽ സ്വർഗം. സ്വർയാഹി, സ്വർ എന്നുള്ളത് സ്വഹ. അപ്പൊ സ്വർലോകത്തിലേക്ക് നീ പോയാലും നിന്നെ ഞാൻ ശരിയാക്കേണ്ടത്, നിന്നെ സ്വർഗത്തിലേക്ക് അയക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് വെല്ലുവിളിയായിട്ട് പറയുന്നത്. വാ മാം ജഹി, അതല്ലെങ്കിൽ നീ എന്നെ കൊല്ല്. നിനക്ക് സ്വർഗത്തിൽ പോകണ്ടെങ്കിൽ, ഇവിടെ മരിച്ച് നിനക്ക് സ്വർഗത്തിൽ പോകണ്ടെങ്കിൽ നീ എന്നെ കൊല്ല്, ധൈര്യം ഉണ്ടെങ്കിൽ. എന്നാ നിനക്ക് ഇവിടെ വാഴാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും എന്ന് വെല്ലുവിളിക്കുകയാണ്. അപ്പോ ബലരാമനെ വെല്ലുവിളിച്ചു. തവ രാമ യദി ശ്രദ്ധായുധ്യസ്വ ധൈര്യമുദ്വഹ ഹിത്വാ വാമച്ഛരൈശ്ചിന്നം ദേഹം സ്വര്യാഹി മാം ജഹി.
അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറയുന്നു, ശ്രീ ഭഗവാൻ ഉവാച ന വൈ ശൂരാ വിഗച്ഛന്തേ ദർശയന്ത്യേവ പൗരുഷം ന ഗൃഹീമോ വചോ രാജൻ ആതുരസ്യ മുമൂർഷതഃ. ശ്രീ ഭഗവാൻ ഉവാച ന വൈ ശൂരാ വിഗച്ഛന്തേ ദർശയന്ത്യേവ പൗരുഷം ന ഗൃഹീമോ വചോ രാജൻ ആതുരസ്യ മുമൂർഷതഃ. രാജൻ എന്ന് വിളിക്കുന്നുണ്ട് ഭഗവാൻ. വലിയ രാജാവല്ലേ, മഹാരാജാവല്ലേ ആള്. അപ്പൊ അദ്ദേഹത്തെ രാജൻ എന്ന് ബഹുമാനത്തോടെ വിളിച്ചുകൊണ്ട്, ഹേ രാജൻ, ശൂരാഹ ന വിഗത്തന്തേ, പരാക്രമികളായിട്ടുള്ളവരിങ്ങനെ ജൽപ്പിച്ചുകൊണ്ട് നിൽക്കില്ല, എന്തെങ്കിലും വായടിച്ചുകൊണ്ട് നിൽക്കുകയില്ല, വികത്തനം ചെയ്യുകയില്ല. സ്വയം പ്രശംസിക്കുക, ഇതൊരു വികത്തനമാണ്. താൻ വലിയ സംഭവമാണ്, എൻ്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് അയക്കുന്ന ബലരാമനെ നോക്കിയും കൃഷ്ണൻ തീരെ ബാലനാണ്, ഭീരുവാണ്, തന്നോട് യുദ്ധം ചെയ്യാൻ ശക്തനല്ല എന്ന് കൃഷ്ണനെ പുച്ഛിച്ചും പറയുന്നത് അമിത അഹങ്കാരമാണ്. അപ്പൊ ഒരു അഹങ്കാരത്തിന്റെ മൂർത്തീഭാവം തന്നെയാണ് ഈ ജരാസന്ധൻ, അല്ലേ? ദേഹാഭിമാനം തന്നെയാണ് ജരാസന്ധൻ. ജരയുള്ളത് നമ്മുടെ ദേഹമാണ്. ഈ ദേഹവുമായിട്ട് സന്ധി ചെയ്തവന്മാരാണ് ജരാസന്ധന്മാര്. ആർക്കാണോ അധിക ദേഹാഭിമാനമുള്ളത്, തന്റെ ബലത്തിൽ പരാക്രമത്തിൽ എല്ലാം അഭിമാനമുള്ളത്, അവരൊക്കെ ജരാസന്ധന്മാരാണ്. അപ്പൊ അഹങ്കാരത്തിന്റെ മൂർത്തീഭാവമാണ് ഇവിടെ ജരാസന്ധൻ. അവന്റെ അഹങ്കാരമാണ് ഇവിടെ പ്രകടിപ്പിച്ച് പറഞ്ഞത്, ഭഗവാനെ നിന്ദിച്ച് പറഞ്ഞത്. അപ്പോൾ അഹങ്കാരത്തെ നശിപ്പിക്കാൻ ഇനി ഭഗവാൻ ആരെയാ നിയോഗിക്കുന്നത്? അഹങ്കാരത്തിന്റെ ദേവതയായ സംഘർഷണനെ തന്നെയാണ്. അതൊരു ഒരു ഒരു എന്താ പറയുക, സൂക്ഷ്മമായിട്ടുള്ളൊരു സംഗതി ഉണ്ട് ഇതിൽ. ബലരാമസ്വാമിയെ കൊണ്ട് തന്നെ അവന്റെ ശക്തിയെല്ലാം ക്ഷയിപ്പിച്ച് അവനെ നിസ്സഹായനാക്കുന്നു. എത്ര പ്രാവശ്യം? 18 പ്രാവശ്യം, 17 പ്രാവശ്യം. എന്നാലും ആ അഹങ്കാരം താഴില്ല, അല്ലേ? നമുക്ക് ജീവിതത്തിൽ എത്ര അടി കിട്ടിയാലും പിന്നെയും 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 ഇത് പൊങ്ങി 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 തന്നെ വരും. ഈ മൂർഖൻ പാമ്പിനെ പോലെയാണ്. അതിൻ്റെ തലയൊക്കെ ചതഞ്ഞാലും വാല് കിടന്ന് പിടയ്ക്കും. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെ ജീവിതത്തിൽ തിരിച്ചടി കിട്ടിയാലും പിന്നെയും പിന്നെയും പൊങ്ങി വരുന്ന ഒരു സാധനമാണ് ഈ ജരാസന്ധന്റെ സ്വഭാവം പോലെയുള്ള അഹങ്കാരം എന്ന് പറയുക. ഇപ്പം എന്തായാലും ഭഗവാൻ അവനെ നോക്കി പറഞ്ഞു, ശൂരാഹ ന വിഗദ്ധന്തെ, യഥാർത്ഥ പരാക്രമികൾ നിന്നെ പോലെ വിടുവായത്തം പറയുകയില്ല, എന്താ പറയുക, സ്വയം പ്രശംസിക്കുകയില്ല, ആത്മപ്രശംസ ചെയ്യുകയില്ല. ദർശയന്തിയവ പൗരുഷം, അവനവന്റെ പൗരുഷത്തെ, പരാക്രമത്തെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുക. അല്ലാതെ വായടിക്കാതെ നീ പ്രവൃത്തിയിൽ കാണിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നതിന്റെ താല്പര്യം. പൗരുഷം ദർശയന്തിയേവ ന ഗൃഹീമോ വചോ രാജൻ ആതുരസ്യ മുമൂർഷതഃ. ആതുരൻ എന്ന് പറഞ്ഞാൽ ഭീതൻ, ഭയചകിതൻ, അല്ലെങ്കിൽ ദുഃഖിതൻ എന്നൊക്കെ അർത്ഥമാണ്. ഇപ്പോ ഞങ്ങളെ കണ്ടിട്ട് ആകെ നീ ചകിതനാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആതുരനും മുമൂർഷതഃ, മുമൂർഷു എന്ന് പറഞ്ഞാൽ മർത്തും ഇച്ചു, മരണം ആഗ്രഹിക്കുന്നവൻ എന്ന് വെച്ചാൽ മരണം ആസന്നനായിരിക്കുന്നവൻ. അപ്പൊ ഈ മരണം ആസന്നമായിട്ടുള്ള രോഗികളൊക്കെ വയസ്സുകാലത്ത്, അവസാന കാലത്ത് പിച്ചും പേയും ഒക്കെ പറയും, അല്ലേ? ബോധമില്ലാതെ എന്തൊക്കെയോ പിച്ചും പേയും പറയും. അതുപോലെയാണ് നീയും. നിന്റെ മരണം അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ പിച്ചും പേയും പറയുകയാണ്. നീ വളരെ ആതുരനാണ്, പീഡിതനാണ്. അതുകൊണ്ട് നിന്റെ വചഹ ന ഗൃഹീമ, നിന്റെ വാക്കുകളെയൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല, അത് ഞങ്ങൾ അവഗണിക്കുകയാണ്. നീ പരാക്രമം വെറുതെ വായോണ്ട് പറയാതെ നീ ചെയ്തു കാണിക്കുക എന്ന് ഭഗവാൻ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് അവനെ ഒന്നുകൂടെ പ്രകോപിപ്പിച്ചു. അവന്റെ ഉള്ളിലുള്ള അഹങ്കാരത്തെ, പൗരുഷത്തെ ഒന്നുകൂടെ തൂണ്ടി വിട്ടു എന്ന് പറയാം. അപ്പൊ പിന്നെ അവന് തിരിഞ്ഞോടാൻ നിവൃത്തിയില്ല, സന്ധി ചെയ്യാനും നിവൃത്തിയില്ല. അവൻ യുദ്ധം ചെയ്തേ മതിയാവൂ. അങ്ങനെ ആ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ആ യുദ്ധം വർണ്ണിക്കുകയാണ്. ശ്രീശുക ഉവാച ജരാസുതസ്തൗ അഭിസൃത്യ മാധവൗ മഹാബലൗഘേന ബലീയസാ വൃണോത് സസൈന്യയാനധ്വജവാജി സാരഥി സൂര്യാനലൗ വായുരിവാബ്രേണുഭിഃ. ശ്രീശുക ഉവാച ജരാസുതസ്തൗ അഭിസൃത്യ മാധവൗ മഹാബലൗഘേന ബലീയസാ വൃണോത്
സൈന്യയാനധ്വജവാജി സാരഥി സൂര്യാനലൗ വായുരിവാബ്രരേണുഭിഃ. അപ്പോ എന്തായാലും തമ്മിലുള്ള വാക്പയറ്റ് കഴിഞ്ഞ് ആ യുദ്ധത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. ശുകബ്രഹ്മർഷി തുടരുകയാണ്. ജരാസുതഃ തൗ അഭിസൃത്യ മാധവൗ മഹാബലൗഘേന ബലീയസ ആവൃണോത്. ജരാസുതഃ ജരാസന്ധഃ, ജര എന്ന് പറഞ്ഞ രാക്ഷസിയാൽ ചേർത്ത് വെച്ചത് കൊണ്ടാണ് അവന് ജരാസന്ധൻ എന്ന പേരുണ്ടായത്. അപ്പൊ ജരയുടെ പുത്രൻ, ജരയാൽ വളർത്തപ്പെട്ട പുത്രനായതുകൊണ്ട് ജരാസുതഃ. ഇദ്ദേഹം വാസ്തവത്തില് ഉപരിചര വസു എന്ന് പറഞ്ഞ ഒരു ഗന്ധർവന്റെ അയാള് മനുഷ്യനായിട്ട് ജനിക്കേണ്ടി വന്നു. മത്സ്യരാജ കുടുംബത്തില്, മത്സ്യരാജത്തില്, വിരാട രാജപരമ്പരയില്. അങ്ങനെ ജനിച്ച അദ്ദേഹത്തിന്റെ പുത്രനായിട്ടാണ് ഈ ജരാസന്ധൻ പ്രസവിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ 2 കഷ്ണങ്ങളായിട്ടാണ് ശരീരം വന്നത്. ആ 2 കഷ്ണങ്ങൾ ബയോവേസ്റ്റായിട്ട് ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഉപേക്ഷിച്ചതായിട്ടുള്ള ഈ 2 ശരീരഖണ്ഡങ്ങളെ എടുത്ത് ജര എന്ന് പറയുന്ന ഒരു രാക്ഷസി, അവൾക്ക് കൗതുകം തോന്നി, തമ്മിൽ ചേർത്ത് വെച്ചു. അതോടുകൂടി അത് ജീവൻ പ്രാപിച്ചു. അങ്ങനെ ജരയാൽ സംയോജിക്കപ്പെട്ടത്. അപ്പൊ ജരയുടെ പുത്രൻ ജരാസുതഃ, ജരയാൽ സന്ധിക്കപ്പെട്ടത് ജരാസന്ധഃ. അപ്പൊ അങ്ങനെയുള്ള ജരാസുതഃ ബലീയസ മഹാബലൗഘേന തൗ മാധവൗ അഭിസൃത്യ. ബലീയസ എന്ന് പറഞ്ഞാൽ ബലവത്തായിരിക്കുന്ന, ശക്തിയുള്ളതായിരിക്കുന്ന, മഹാബലൗഘേന വലിയ സൈന്യമാകുന്ന ഔഘം. ഔഘം എന്ന് പറഞ്ഞാൽ ഒരു പ്രവാഹം, വലിയ പ്രവാഹം പോലെ വരുന്നതായിട്ടുള്ള സൈന്യ സമൂഹത്തോടുകൂടി തൗ മാധവൗ അഭിസൃത്യ, ആ 2 മാധവന്മാരെ അഭിസരിച്ചിട്ട്, അഭിസരിക്കുക എന്ന് പറഞ്ഞാൽ നേർക്ക് പാഞ്ഞു വന്നിട്ട്, മാധവന്മാരായിട്ടുള്ള 2 പേരെയും, ആ രാമകൃഷ്ണന്മാരെ 2 പേരും മധുവംശത്തിൽ ജനിച്ചതുകൊണ്ടും മാധവന്മാർ, പ്രകൃതിയുടെ നായകന്മാരായതുകൊണ്ട് മാധവന്മാർ, ലക്ഷ്മീപതികളായതുകൊണ്ട് മാധവന്മാർ, അങ്ങനെ എല്ലാം കൊണ്ടും മാധവന്മാരായിരിക്കുന്ന അവരുടെ നേരെ പാഞ്ഞു വന്ന് അഭിസൃത്യ സൈന്യ യാന ധ്വജവാജി സാരഥി. അദ്ദേഹം എങ്ങനെയുള്ളവൻ എന്ന് പറയണം. ഇതെല്ലാം കൂടിയവൻ, സൈന്യ, സൈന്യങ്ങളോട് കൂടിയവനും, യാനങ്ങൾ, യാനം എന്ന് പറഞ്ഞാൽ വാഹനം, രഥം, അതുപോലെ ധ്വജം, കൊടിമരം ഉണ്ട് ഇതില്, രഥത്തില് വാജി കുതിര, സാരഥി, സാരഥിയും ഉണ്ട്. എല്ലാം കൂടിയവൻ എന്നുള്ള അർത്ഥത്തില് സൈന്യ യാനധ്വജ വാജി സാരഥി. നകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ വിശേഷണമായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. സാരഥിൻ ശബ്ദം സാരഥി. വനമാലി, ഗതി, ശാർംഗി, ശംഖി, ചക്രി എന്ന് പറയും പോലെ സാരഥി എന്ന് ദീർഘം. സാരഥിനാ സഹ വർത്തതേതി സാരഥി, സസാരഥി. സൈന്യ സയാന സദ്വജ സവാജി സസാരഥി. ഇതെല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു. നാരായണ. സൈന്യ സയാന സദ്വജ സവാജി സസാരഥി ജരാസന്ധഃ എന്ത് ചെയ്തു? വായു അബ്രരേണുഭിഃ സൂര്യാനലൗ ഇവ. എന്ത് ചെയ്തു? ആവൃണോത് എന്ന് ക്രിയ. ആവൃണോത് ആവരണം ചെയ്തു. ഏതുപോലെ? വായു അബ്രരേണുഭിഃ സൂര്യാനലൗ ഇവ. 2 ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. വായു എന്ന വായുവിനെ ആരോട് ഉപമിച്ചു? ജരാസന്ധനോട്.
കൂടെ അബ്രം രേണു. അബ്രം എന്ന് പറഞ്ഞാൽ മേഘം, രേണു എന്ന് പറഞ്ഞാൽ ധൂളി, പൊടി. അപ്പൊ അബ്രരേണുബിഹി സൂര്യ അനലൗ രണ്ടുപേരെ പറഞ്ഞു. സൂര്യനെ മറയ്ക്കുന്നത് അബ്രമാണ്, മേഘമാണ്. അനലനെ, അഗ്നിയെ മറയ്ക്കുന്നത് ഭൂമിയിലുള്ള പൊടികളാണ്. അപ്പൊ പൊടികൾ കൊണ്ട്, ചാരം കൊണ്ടൊക്കെ അഗ്നിയെ മറയ്ക്കും പോലെയും മേഘങ്ങളെ കൊണ്ട് സൂര്യനെ മറയ്ക്കും പോലെയും. ആരാ അത് ചെയ്യുക? വായുവാണ് കാറ്റടിച്ച് മേഘങ്ങളെ കൊണ്ടുവന്ന് സൂര്യനെ മറയ്ക്കുന്നതും പൊടി കൊണ്ട് അഗ്നിയെ മറയ്ക്കുന്നതും. അപ്പൊ അതുപോലെ ഈ ജരാസന്ധൻ വായുഹു ഇവ എന്ന് ജരാസന്ധനെ ഉപമിച്ചതാണ്. വലിയൊരു സൈന്യ സാഗരവുമായിട്ട് വന്ന് ഈ രാമകൃഷ്ണന്മാര്, ഒരാൾ സൂര്യനെ പോലെ, ഒരാൾ അനലനെ പോലെ എന്ന് പറയാം, അങ്ങനെയുള്ള സൂര്യാനലന്മാരെ പോലെ ജ്വലിച്ചു നിൽക്കുന്നവരായ രാമകൃഷ്ണന്മാരെ ആവരണം ചെയ്തു, മറച്ചു. അപ്പൊ പുറത്തുള്ളവർക്കൊന്നും ഇവർ കാണപ്പെടാതെയായി. കാരണം ഇവരുടെ നടുവിൽപ്പെട്ടു, ഈ സൈന്യ വ്യൂഹത്തിന്റെ നടുവിൽപ്പെട്ടു, എല്ലാവർക്കും മറയപ്പെട്ടു. സുപർണതാലധ്വജ ചിന്നിതൗ രഥൗ അലക്ഷയന്ത്യോ ഹരിരാമയോർമൃധേ സ്ത്രിയ പുരാട്ടാലകഹർമ്യ ഗോപുരം സമാശ്രിതാ സമ്മുമുഹുശുചാർദിതാഃ. സുപർണതാലധ്വജ ചിന്നിതൗ രഥൗ അലക്ഷയന്ത്യോ ഹരിരാമയോർമൃധേ സ്ത്രിയ പുരാട്ടാലകഹർമ്യ ഗോപുരം സമാശ്രിതാ സമ്മുമുഹുശുചാർദിതാഃ. അപ്പൊ ഈ യുദ്ധം ആരംഭിക്കുന്നത് അറിഞ്ഞ മധുരാപുരിയിലെ സ്ത്രീകളൊക്കെ ഈ യുദ്ധം കാണാൻ ദൂരത്തുനിന്ന് നോക്കുമ്പോ രാമകൃഷ്ണന്മാരുടെ രഥം കാണാനില്ല. അപ്പൊ അവരുടെ മാളിക മുകളിലൊക്കെ കയറി എന്ന് പറയണം. വലിയ ഉയരങ്ങളിലുള്ള സ്ഥാനങ്ങളിലൊക്കെ കയറി നിന്ന് നോക്കുമ്പോഴും ഈ രഥമോ രഥത്തിലെ കൊടിയോ പോലും കാണുന്നില്ല. അവരവിടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഇവരുടെ കൊടിയടയാളങ്ങളുണ്ട്. അതാണ് ഇവിടെ സുപർണതാലധ്വജ ചിന്നിതൗ രഥൗ അലക്ഷയന്ത്യോ. സുപർണം, താലം. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൊടിയടയാളം സുപർണനാണ്, ഗരുഡനാണ്, ഗരുഡധ്വജനാണ് ഭഗവാൻ. ബലരാമസ്വാമിയോ താലധ്വജനാണ്. താലം എന്നാൽ പന, താലവൃക്ഷം. അപ്പൊ പനയാണ് ബലരാമസ്വാമിയുടെ കൊടിയടയാളം. കർഷകന്മാരുടെ മുഴുവൻ നേതാവാണ്. കലപ്പയാണല്ലോ ആയുധം. അപ്പൊ അദ്ദേഹത്തിന്റെ കൊടിയടയാളം നല്ല ഒരു പനയാണ്, സാലവൃക്ഷമാണ്, അഥവാ താലവൃക്ഷമാണ്. അപ്പൊ സുവർണധ്വജ കൃഷ്ണ, താലധ്വജ രാമ. അപ്പൊ ഇവരുടെ ആ ചിന്നിതൗ രഥൗ, ഈ അടയാളങ്ങളോടുകൂടിയ, കൊടിയടയാളങ്ങളോടുകൂടിയ രണ്ട് രഥങ്ങളെ അലക്ഷയന്ത്യ, ലക്ഷീകരിക്കാത്തവരായിട്ടുള്ള സ്ത്രീയ. ആരുടെ രഥങ്ങളാണ്? ഹരിരാമയോഹോ, ഹരേഹേ രാമസ്യ ച, ഹരിയുടെയും രാമന്റെയും, രണ്ടും ചേർത്താണ് ഹരിരാമയോഹോ, ഹരിയുടെയും രാമന്റെയും രഥങ്ങളെ അലക്ഷയന്ത്യ സ്ത്രീയ. എവിടെ വെച്ചിട്ടാണ് കാണാതായത്? മൃധേ. മൃധേ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ, യുദ്ധരംഗത്ത് എന്നൊക്കെ അർത്ഥം. ആ യുദ്ധരംഗത്ത്, യുദ്ധത്തിന്റെ നടുവിൽ രാമകൃഷ്ണന്മാരുടെ ആ രണ്ട് ധ്വജങ്ങൾ പോലും കാണാതെയായി. സുവർണധ്വജവും താലധ്വജവും അടയാളപ്പെടുത്തിയിരിക്കുന്ന രഥങ്ങൾ കാണാത്ത സ്ത്രീകൾ അവരെന്ത് ചെയ്തു? പുറ അട്ടാലക ഹർമ്യ ഗോപുരം സമാശ്രിത. അപ്പൊ ഈ നേരത്തെ തന്നെ ഈ യുദ്ധം കാണാനായിക്കൊണ്ട് അവര്, അല്ലേ, നമ്മൾ ഉത്സവം കാണാനായിക്കൊണ്ട് വലിയ വലിയ മാളികകളുടെ മുകളിലൊക്കെ ഇരുന്ന് കാണും പോലെ, അല്ലേ, തൃശ്ശൂർ പൂരത്തിലൊക്കെ ആ റൗണ്ടിലുള്ള സകല ബിൽഡിങ്ങുകളും ഫുള്ളായിരിക്കും, എല്ലാം ബുക്കിംഗ് ആയിരിക്കും, എല്ലാറ്റിൻ്റെയും മുകളിൽ നിന്നിട്ടാണ് ആളുകൾ കാണുക. അപ്പോൾ അത് ഏതേത് ദേശങ്ങളിലാണോ ഉത്സവങ്ങൾ അവിടെയൊക്കെ പ്രത്യേകം ഇതുപോലെയുള്ള ഉയർന്ന കെട്ടിടങ്ങളൊക്കെ നിറഞ്ഞിരിക്കും. ഇവിടെ ഇപ്പോൾ രാമകൃഷ്ണന്മാര് ശക്തന്മാരാണെന്ന് ഈ സ്ത്രീകൾക്കൊക്കെ അറിയാം. അവരുടെ ആ യുദ്ധപരാക്രമം കാണാനായിട്ട് ചെറിയ ആകാംക്ഷയൊക്കെ ഉണ്ട്. ജരാസന്ധനാണ് വന്നിരിക്കുന്നത്, വലിയ സൈന്യം വന്നിരിക്കുന്നു. അതെല്ലാം കൂടി ഇവരെല്ലാവരും കാണാൻ വേണ്ടി ആ പുര അട്ടാലക ഹർമ്യ ഗോപുരം സമാശ്രിത, ആ പുരത്തില്, മധുരാപുരത്തിലെ അട്ടാലകം എന്ന് പറഞ്ഞാല് ബാൽക്കണികൾ എന്ന അർത്ഥമാണ്. അട്ടം എന്ന് പറഞ്ഞാൽ മുകൾ തട്ടുകൾ എന്നാണ് അർത്ഥം.
അപ്പോൾ ഉയർന്ന സ്ഥാനങ്ങൾ, അട്ടാലകങ്ങൾ, ഹർമ്മ്യ ഗോപുരങ്ങൾ, വലിയ ഗോപുരങ്ങളുടെ മുകളിൽ ഒക്കെ എവിടെയൊക്കെ കയറാൻ പറ്റുമോ അവിടെയൊക്കെ കയറിക്കൊണ്ട് സമാശ്രിതാഹ അവര് ശുചാർദിതാഹ രാമകൃഷ്ണന്മാരുടെ കൊടിയടയാളങ്ങളോ രഥങ്ങളോ കാണാതായതോടുകൂടി ശുചാർദിതാഹ ശോകപീഡിതരായി. എന്നിട്ട് സമ്മുമുഹു സമ്മോഹം ബാധിച്ചു. ചിലരൊക്കെ മോഹാത്സ്യപ്പെട്ട് വീഴുന്നുണ്ട് എന്നർത്ഥം. അവർക്ക് വല്ലാതെ തല കറങ്ങുന്ന പോലെയും കണ്ടു നിൽക്കാൻ വയ്യാതെയാവുന്ന അവസ്ഥ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാവുകയാണ്. അയ്യോ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണന്മാർ, ഞങ്ങൾക്ക് അവരുടെ ബാല്യകാലത്ത് പോലും അവരെ കാണാൻ ഭാഗ്യം ലഭിച്ചില്ല. 10-11 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. വന്ന് അധിക കാലമൊന്നും ആയിട്ടില്ല. മാസങ്ങളോ വർഷങ്ങളോ, ഏതാനും വർഷങ്ങളോ മറ്റേ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴാണ് ഈ ജരാസന്ധന്റെ ആക്രമണം. അധികം കാലമൊന്നും ആയിട്ടില്ല. അപ്പോ തീർച്ചയായിട്ടും കൃഷ്ണരാമന്മാരെ വേണ്ട പോലെ തൃപ്തിയാകുമണ്ണം കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ല മധുരാപുരവാസികൾ. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ നഷ്ടബോധവും ദുഃഖവും തോന്നി. അവരെല്ലാം ശുചാർദിതാഹ സമ്മുമുഹു, ശുചാർദിതരായി, ശോകാർദിതരായി, സമ്മോഹത്തെ പ്രാപിച്ചു എന്നർത്ഥം. ഹരിഃപരാനീകപയോമുചാം മുഹു ശിലീമുഖാത്യുൽബണവർഷപീഡിതം സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വ്യസ്ഫൂർജയത്ശാർംഗശരാസനോത്തമം. ഹരിഃപരാനീകപയോമുചാം മുഹു ശിലീമുഖാത്യുൽബണവർഷപീഡിതം സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വ്യസ്ഫൂർജയത് ശാർംഗശരാസനോത്തമം. അപ്പോ ഭഗവാൻ തന്റെ കൂടെയുള്ള സൈന്യങ്ങളൊക്കെ ഈ ജരാസന്ധന്റെ ആക്രമണത്താൽ ബാധിക്കപ്പെട്ടതായിട്ട് കാണുകയാണ്. അങ്ങനെ കണ്ടതായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തന്റെ ആ ശാർംഗം എന്നുള്ള വലിയ ശരാസനം, ശരാസനം എന്ന് പറഞ്ഞാൽ ശരത്തെ അസിക്കുന്നത്, ശരത്തെ വിക്ഷേപിക്കുന്നത്, ധനുസ്. അപ്പൊ തന്റെ വില്ല് ഭഗവാൻ എടുത്ത് അതിനെ വിസ്ഫൂർജയത് എന്ന് പറഞ്ഞാല് അതിന്റെ ഞാണൊലി ചെയ്തു എന്ന ഢങ്കാരം മുഴക്കി എന്നർത്ഥം. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. പരാനീക പയോമുചാം ശിലീമുഖാത്യുൽബണവർഷപീഡിതം സ്വസൈന്യമാലോക്യ തന്റെ സൈന്യത്തെ, ചെറിയൊരു സൈന്യമാണ് കൊണ്ടുവന്നത്, യാദവ സൈന്യം. ആ സൈന്യത്തെ എങ്ങനെയുള്ളതായിട്ട് കണ്ടിട്ട്, ശത്രുക്കളുടെ സൈന്യം അതാണ് പരാനീകം, പരന്മാരുടെ അനീകം, ശത്രുക്കളുടെ അനീകിനി എന്ന് പറഞ്ഞാൽ സൈന്യം. അത് പയോമുചം പോലെ, പയോമുട്ട പോലെ. പയോമുട്ട എന്ന് പറഞ്ഞാൽ വെള്ളം മോചിപ്പിക്കുന്നത് മേഘം. അപ്പൊ ശത്രുസൈന്യമായ മേഘങ്ങളാൽ, ശത്രുസൈന്യങ്ങൾ മേഘങ്ങളോട് ഉപമിച്ചിരിക്കുകയാണ്. അവരാൽ എന്ത് ചെയ്തു? ശിലീമുഖ അത്യുൽബണ വർഷപീഡിതം. ശിലീമുഖം എന്ന് പറഞ്ഞാൽ ബാണങ്ങളാണ്. ആ ബാണങ്ങൾ കൊണ്ട് അത്യുൽബണമായ വർഷം, ബാണവർഷം തന്നെ, ഭയങ്കരമായ മഴ, പെരുമഴ. ശത്രു സൈന്യമാകുന്ന മേഘങ്ങളിൽ നിന്ന് നല്ല മൂർച്ചയേറിയ ബാണങ്ങളാകുന്ന മഴത്തുള്ളികൾ പോലെ, അല്ലേ, വലിയ മാരി പെയ്യുന്നതായിട്ട്. നമ്മൾ കൽമാരി പെയ്യുമ്പോൾ വലിയ വലിയ കൽമാരികളൊക്കെ ഇപ്പൊ പെയ്യാൻ തുടങ്ങിയിരിക്കും. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പോ എല്ലാ ദേശത്തും പെട്ടെന്നുള്ള മഴയില് വലിയ വലിയ പാറക്കല്ല് പോലെയുള്ള സാധനങ്ങളൊക്കെ വന്ന് വീണു. വലിയ നെല്ലിക്കയെക്കാളും വലുതില്, വലിയ മുട്ടയേക്കാൾ വലുപ്പത്തിലൊക്കെ പല ഭാഗത്തും വീഡിയോകൾ വരുന്നുണ്ട്. കൽമാരികൾ, കാറിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടുന്നു, പാർക്ക് ചെയ്തിട്ടുള്ള കാറുകളൊക്കെ തകരുന്നു. അത്രയും വലിയ കൽമാരികൾ. അപ്പൊ അതുപോലെ ഇവിടെ അസ്ത്രങ്ങളാണ് പൊഴിയുന്നത് ശത്രു സൈന്യങ്ങളാകുന്ന മേഘങ്ങൾ. അതാണ് പരാനീക പയോമുചാം ശിലീമുഖ അത്യുൽബണ വർഷപീഡിതം. ശിലീമുഖം കൊണ്ടുള്ള അത്യുൽബണമായ വർഷം, ഭയങ്കരമായ മഴ. ആ വർഷം കൊണ്ട് പീഡിതരായിട്ടുള്ള സ്വസൈന്യം ആലോക്യ, തന്റെ സൈന്യത്തെ കണ്ടിട്ട്. അപ്പൊ തന്റെ സൈന്യത്തിന്, ഈ ജരാസന്ധ സൈന്യത്തിന്റെ ആക്രമണം താങ്ങാനുള്ള ശക്തിയില്ല, അവർ തളരുകയാണ്. അങ്ങനെയുള്ള സമയത്ത് ഹരി എന്ത് ചെയ്തു? സുരാസുരാർച്ചിതം ശാർംഗശരാസനോത്തമം മുഹു വ്യസ്ഫൂർജയത്.
ഭഗവാന്റെ ശാർംഗം എന്നുള്ള ശരാസനോത്തമം, ശരാസനം വില്ലാണ്, അതിൽ വെച്ച് ഉത്തമമാണ് ഭഗവാന്റെ വില്ല്. മറ്റുള്ളവരുടെ വില്ലുകളെക്കാളൊക്കെ ശ്രേഷ്ഠമാണ് ശാർംഗം എന്നുള്ള വില്ല്. അപ്പൊ ശരാസനോത്തമമായ ശാർംഗത്തെ, ആ ശാർംഗിയായ ഭഗവാൻ, ശാർംഗധരനായ ഭഗവാൻ, ആ ഭഗവാന്റെ വില്ല് സുരാസുരാർച്ചിതമാണ്. ദേവന്മാരാലും അസുരന്മാരാലും ഒക്കെ ബഹുമാനിക്കപ്പെടുന്നതാണ്. എല്ലാവർക്കും പേടിയാണ് ഈ ശാർംഗത്തെ. അങ്ങനെയുള്ള ശാർംഗമെന്ന വില്ലിനെ മുഹുഹു വ്യസ്ഫൂർജയത്, വീണ്ടും വീണ്ടും ഞാണൊലി ചെയ്തു, മുഴക്കിക്കൊണ്ട്, അതിന്റെ ഢങ്കാരം മുഴക്കിക്കൊണ്ട് എല്ലാവരെയും ഭയചകിതരാക്കി എന്നർത്ഥം. ഈ ഇടിവെട്ടിനേക്കാൾ ഭയങ്കര. അപ്പൊ മഴ അല്ലെ, മഴ പെയ്യണം. ഇവിടെ എന്താ മഴ പെയ്യുന്നത്? അസ്ത്രമഴ പെയ്യാണ്, ശത്രു സൈന്യമാകുന്ന മേഘങ്ങൾ. അപ്പൊ അതിന് ഇടിയുടെ ഘോഷം കൂടി ഭഗവാന്റെ ഈ ശാർംഗം കൊണ്ട് ഭഗവാൻ കൂട്ടിച്ചേർത്തു. അതിലൂടെ അവരെ ഭയപ്പെടുത്തി എന്നർത്ഥം. ശത്രു സൈന്യത്തെ ഭയപ്പെടുത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അവരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും, അവരുടെ ശക്തിയൊക്കെ ചോർന്നു പോകും, അവരുടെ കയ്യും കാലും ഒക്കെ വിറച്ചു തുടങ്ങും. അപ്പൊ അതിനുവേണ്ടി ഭഗവാൻ തന്റെ ശാർംഗത്തെ ആദ്യം മുഴക്കി. എന്നിട്ടോ ഗൃണ്ണൻ നിഷങ്കാദസന്തദക്ഷരാൻ വികൃഷ്യ മുഞ്ചക്ഷിത ബാണപൂകാൻ നിഗ്നൻ രഥാൻ കുഞ്ചരവാജിപത്തീൻ നിരന്തരം യദ്വദലാദചക്രം. ഗൃണ്ണൻ നിഷങ്കാദസന്തദക്ഷരാൻ വികൃഷ്യ മുഞ്ചംസിത ബാണപൂകാൻ നിഗ്നൻ രഥാൻ കുഞ്ചരവാജിപത്തീൻ നിരന്തരം യദ്വദലാദചക്രം. ഭഗവാൻ തന്റെ ആ വില്ല് കൊലച്ച അസ്ത്രങ്ങളെ മഴ പെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ചുറ്റും, വളരെ വേഗത്തില് ചുറ്റിക്കൊണ്ട് ഭഗവാൻ അസ്ത്രം പ്രയോഗിക്കുകയാണ്. അതിനെ ഉപമിച്ചത് യദ്വത് നിരന്തരം അലാദചക്രം. അലാദചക്രം എന്ന് പറഞ്ഞാല് തീക്കൊള്ളി നമ്മള് വീശുന്നതിനെയാണ് ചക്രം. അലാദം തീക്കൊള്ളിയാണ്, അതുകൊണ്ടുണ്ടാക്കുന്ന ചക്രം. നമ്മള് വിഷുവിനൊക്കെ കമ്പിത്തിരിയോ ഒക്കെ കറക്കുന്നത് അലാദചക്രമാണ്. അപ്പൊ ഇങ്ങനെ വളരെ വേഗത്തില് ചക്രാകൃതിയില് ആ തീക്കൊള്ളി കറക്കും പോലെ, അല്ലെങ്കിൽ കമ്പിത്തിരി കറക്കും പോലെ അല്ലെ, അത് തന്നെയാണ് നമ്മൾ വിഷുവിന് വിഷ്ണു ചക്രം എന്ന് പറഞ്ഞ് ഭൂമിയിൽ കറക്കുന്നതായിട്ടുള്ള സാധനം. അപ്പൊ അതേപോലെ ആ വിഷ്ണു ചക്രം ഭൂമിയിൽ കിടന്ന് കറങ്ങുന്നത് പോലെ ഭഗവാൻ കറങ്ങുന്നുണ്ട്. എത്ര വേഗത്തിലാ ഭഗവാൻ കറങ്ങുന്നത്! കറങ്ങിക്കൊണ്ട് തന്റെ ആയുധത്തിൽ നിന്ന്, ഈ വിഷ്ണു ചക്രത്തിൽ നിന്ന് സ്ഫുരണങ്ങൾ പുറത്തേക്ക് പോയില്ലേ, അതിനേക്കാൾ വേഗത്തില് ഭഗവാൻ ഇങ്ങനെ സ്ഫുലിംഗങ്ങളെ പോലെ അസ്ത്രങ്ങളെ പ്രയോഗിച്ചു കൊണ്ടിരുന്നു. ഒരു ഗംഭീര ഉപമയാണിത്. അപ്പോ നിഷങ്കാത് ശരാൻ അത് ഗൃണ്ണന് അത് സന്തതത്. നിഷങ്കം എന്ന് പറഞ്ഞാൽ തൂണീരം, ആവനാഴി, നല്ലോണം തന്റെ ശരീരത്തിൽ ചേർന്നിരിക്കുന്നത്. അപ്പൊ ആ കിറ്റിൽ നിന്ന്, ആവനാഴിയിൽ നിന്ന്, നിഷംഗത്തിൽ നിന്ന് ശരാൻ ഗൃണ്ണൻ, ശരങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് വേഗം വേഗം അസ്ത്രങ്ങളെ എടുത്തുകൊണ്ട് അത് സന്തതത് ഉടനെ തന്നെ തൊടുക്കുന്നവനായിട്ട് ശിതബാണപൂകാൻ വികൃഷ്യ, നല്ല മൂർച്ചയേറിയതായിട്ടുള്ള ബാണസമൂഹങ്ങൾ, പൂകങ്ങൾ എന്നാൽ സമൂഹം. അപ്പൊ ബാണസമൂഹങ്ങളെ തന്നെ വികൃഷ്യ വലിച്ച് മുഞ്ചന് മോചിപ്പിക്കുന്നവനായിട്ട് രഥാൻ, ശത്രു സൈന്യത്തിലെ രഥങ്ങളെയും കുഞ്ചര വാജി പത്തീൻ, കുഞ്ചരങ്ങൾ ആനകള്, വാജികൾ കുതിരകള്, പത്തീൻ കാലാളുകള്. അപ്പൊ ചതുരംഗ സൈന്യങ്ങളെയും, രഥങ്ങൾ, കുഞ്ചരങ്ങൾ, വാജികൾ, പത്തികൾ, ഇവ എല്ലാവരെയും നിഗ്നൻ നിഹനിക്കുന്നവനായിക്കൊണ്ട് ആ ഹരി അലാദചക്രം യദ്വത് നിരന്തരം അദൃശ്യത, എപ്രകാരമാണോ ഒരു കറങ്ങുന്നതായിട്ടുള്ള തീക്കൊള്ളി പോലെ എല്ലായിടത്തും നിരന്തരം ഇടവിടാതെ അദൃശ്യത കാണപ്പെട്ടു. ഇപ്പൊ ഭഗവാന്റെ ആ ഡങ്കാരനാദവും ഓരോ അസ്ത്രങ്ങളും ചടപടാന്ന് അല്ലെ, ഇപ്പൊ നമ്മുടെ പൂരങ്ങളുടെയും വേലകളുടെയും കാലമാണ്. എങ്ങനെയാണോ വെടിക്കെട്ട് ഗ്യാപ്പില്ലാതെ പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത്, അതേ വേഗത്തിൽ ഇവിടെ ഭഗവാൻ വളരെ വളരെ വേഗത്തിൽ കൈവേഗതയോട് കൂടിയിട്ട് അസ്ത്രങ്ങളെ ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ട് എല്ലാവരുടെ നേർക്കും പ്രയോഗിക്കുകയാണ്. എല്ലാവരും ഇതേറ്റ് മരിച്ചു വീഴുകയാണ്. ഒരു നദിയായി മാറുകയാണ് ഇവരുടെയൊക്കെ രക്തം നിറഞ്ഞ നദി. ഇവരുടെയൊക്കെ ശരീരങ്ങള്, അവയവങ്ങള്, ആയുധങ്ങള് ഒക്കെ നദിയിലുള്ള മറ്റ് പ്രോപ്പർട്ടീസ് അല്ലെ. ഒരു നദിയാവുമ്പോൾ പല സംഗതികൾ വേണം. അപ്പോ
നദിക്ക് വേണ്ട സംഗതികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇവരുടെയൊക്കെ കയ്യും കാലും ആയുധങ്ങളും കുതിരകളും ആനകളും ഒക്കെ അറ്ററ്റ് വീഴുന്നത് നദിയിലുള്ള വസ്തുക്കളായി മാറുന്നു. നല്ലൊരു വർണ്ണനയാണ്. നിർഭിന്ന കുംഭാകരിണോ നിവേദു അനേകശോശ്വാഹ സരവൃഗ്നകന്ദരാഹ രഥാഹതാശ്വധ്വജസൂതനായകാഹ പദാദയ ഛിന്നഭുജോരുകന്ദരാഹ സംഛിദ്യമാനദ്വിപദേ ദിപദേവവാചിനാം അംഗപ്രസൂതാ ശതശോസൃഗാപഗാഃ ഭുജാഹയ പൂരുഷശീർഷകച്ഛവാഃ ഹതദ്വിപദ്വീപഹയഗ്രഹാകുലാഃ. രണ്ട് ശ്ലോകങ്ങളിലും കൂടിയിട്ടാണ് ഒരു നദിയെ വർണ്ണിക്കുന്നത്. ആപഗാഹ എന്ന് 26-ാം ശ്ലോകത്തിലെ 2-ാം വരിയിൽ അവസാനം പറയുന്നുണ്ട്. ആപഗാഹ, ആപകങ്ങൾ, വെള്ളം ഗമിക്കുന്നത്, നദികൾ, നദികളുടെ പര്യായമാണ് ആപകങ്ങൾ. അപ്പൊ ഇവിടെ ആപകങ്ങൾ എന്തൊക്കെ കൊണ്ട് ഈ നദി കൂലംകുത്തി ഒഴുകുന്നു എന്ന് പറയണം. നിർഭിന്ന കുംഭാകരിണോ നിപേദു അനേകശോശ്വാഹ ശരവൃഗ്നകന്ദരാഹ രഥാഹതാശ്വധ്വജസൂതനായകാഃ പദാദയശ്ചിന്നഭുജോരുകന്ദരാഃ സംഛിദ്യമാനദ്വിപദേ ഭവാചിനാം അംഗപ്രസൂതാ ശതശോസൃഗാപഗാഃ ഭുജാഹയ പൂരുഷശീർഷകച്ഛവാഃ ഹതദ്വിപദീപഹയഗ്രഹാകുലാഃ. അപ്പോ കരിണഃ നിർഭിന്ന കുംഭാഹ നിപേതുഹു. കരിണഃ എന്ന് പറഞ്ഞാൽ കരികൾ, ആനകൾ. ആ ആനകളെല്ലാം നിർഭിന്ന കുംഭങ്ങളായിട്ട്, ആനയുടെ മർമ്മം എന്ന് പറയുന്നത് അതിന്റെ മസ്തകങ്ങളാണ്. അപ്പൊ ആനയുടെ മസ്തകങ്ങളിലേക്ക് തന്നെയാണ് ഭഗവാൻ അസ്ത്രങ്ങൾ അയക്കുന്നത്. ആ അസ്ത്രങ്ങളേറ്റ് അവയുടെ മസ്തകങ്ങൾ പിളരുന്നു. അങ്ങനെ ഭേദിക്കപ്പെട്ട മസ്തകങ്ങളോടുകൂടിയതായിട്ടുള്ള ആനകള്. നിർഭിന്ന കുംഭാഹ കരിണഃ നിപേതുഹു. കരികൾ, ആനകൾ പതിച്ചു, മസ്തകം പിളർന്ന ആനകൾ പതിച്ചു. എങ്ങനെ? അനേകശഃ, എണ്ണമില്ലാതെ. അതുപോലെ അശ്വാഹ ശരവൃഗ്ന കന്ദരാഹ. അശ്വാഹ കുതിരകള്, ശരവൃഗ്ന കന്ദരാഹ ശരങ്ങളാൽ വൃക്ഷിക്കപ്പെട്ട, മുറിക്കപ്പെട്ടതായിട്ടുള്ള കഴുത്തുകള്, കന്ദരങ്ങളോട് കൂടിയിട്ട്. അപ്പൊ കഴുത്ത് മുറിഞ്ഞതായിട്ടുള്ള കുതിരത്തലകളും കുതിര ശരീരങ്ങളും അത് പതിക്കുകയാണ് അങ്ങനെ. അപ്പൊ രണ്ടായിട്ട് തലയും ശരീരവും വേറെ വേറെയായിട്ട് മുറിച്ചിടുന്നുണ്ട് ഭഗവാൻ. കുതിരകളെയൊക്കെ കഴുത്ത് മുറിച്ചിടുന്നു. അശ്വാഹ ശരവൃഗ്ന കന്ദരാഹ രഥാഹ ഹതാശ്വധ്വജസൂതനായകാഃ. രഥങ്ങൾ തകർക്കുന്നുണ്ട് ഭഗവാൻ. എങ്ങനെ? ആ രഥത്തിലുള്ള എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ തകർത്തുകൊണ്ട്. അശ്വങ്ങൾ ഹനിക്കപ്പെടുന്നു. രഥത്തിന്റെ ആദ്യം ഹനിക്കേണ്ടത് രഥത്തിലെ അശ്വങ്ങളെ തന്നെയാണ്. കുതിരകളെ ഹനിച്ചു കഴിഞ്ഞാൽ പിന്നെ രഥം ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് മൂക്കും കുത്തി അവിടെ വീഴും. അപ്പൊ അശ്വങ്ങളെ ഹനിച്ചു. ധ്വജം, അതിന്റെ കൊടിക്കൂറകളെയൊക്കെ ഹനിച്ചു കളയുന്നുണ്ട്. അത് അവരെ അപമാനിക്കലാണ് കൊടിക്കൂറ ഹംസിക്കുന്നത്. സൂതന്മാര് അതിലെ സാരഥികളെ നശിപ്പിക്കുന്നുണ്ട്, അവരെ കൊന്നിടുന്നുണ്ട്. അതുപോലെ നായകാഹ, അതാത് രഥങ്ങളിലിരിക്കുന്ന രഥസ്വാമിമാര്, ഓരോ രാജാക്കന്മാരുണ്ട്. ആ രഥനായകന്മാരായിട്ടുള്ള സേനാനായകന്മാരോ അല്ലെങ്കിൽ മറ്റു രാജാക്കന്മാരോ ഒക്കെ ഉണ്ട്. അവരെയൊക്കെയും മുറിച്ചിടുന്നുണ്ട് ഭഗവാൻ. അങ്ങനെ ഭഗവാനാൽ ശരവൃഗ്ന കന്ദരാഹ അശ്വാഹ, അതുപോലെ രഥാഹ ഹതാശ്വധ്വജ സൂതനായകാഹ, അശ്വങ്ങളും ധ്വജവും സൂതനും നായകനും നശിച്ചതായിട്ടും. പദാദയ ഛിന്നഭുജോരു കന്ദരാഹ. പദാതി എന്ന് പറഞ്ഞാൽ കാൽനടയായി നടക്കുന്നവർ, കാലാൾ പട എന്നർത്ഥമാണ് പദാതി. പദാദയ അതിന്റെ ബഹുവചനം. കാലാൾ സൈന്യം, വലിയ സൈന്യം, കാലാൾ പട. അതിനെന്ത് സംഭവിക്കുന്നു? ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റ് ഛിന്ന ഭുജ ഊരു കന്ദരാഹ. ഭുജങ്ങൾ ഛേദിക്കപ്പെടുന്നു, ഊരുക്കൾ ഛേദിക്കപ്പെടുന്നു, കന്ദരങ്ങൾ ഛേദിക്കപ്പെടുന്നു. ഭുജങ്ങൾ കൈകളാണ്, ഊരുക്കൾ തുടകൾ, കന്ദരങ്ങൾ കഴുത്തുകൾ. അപ്പോൾ തലയും അഥവാ കഴുത്തും കയ്യും കാലും
തുടയുമെല്ലാം ഛേദിക്കപ്പെട്ടവരായിട്ട് കാലാൾ സൈന്യവും അനേകശഃ നിപേതുഹു. ഈ അനേകശഃ നിപേതുഹു എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ്. കരിണഃ, അശ്വാഹ, രഥാഹ, പദാദയ. അപ്പൊ ചതുരംഗ സൈന്യവുമായി കരിണഃ എന്ന് പറയുമ്പോൾ ആന സൈന്യം, അശ്വഹ എന്ന് പറയുമ്പോൾ കുതിര, രഥ എന്ന് പറയുമ്പോൾ രഥങ്ങള്, പദാദയ കാലാള്. അങ്ങനെ ചതുരംഗ സൈന്യങ്ങളും ഭഗവാന്റെ അസ്ത്രങ്ങളേറ്റ് അനേകശങ്ങളായിട്ട് പലതായിട്ട് നിപേതുഹു നിപതിച്ചു. ആ നിപതിച്ച അവരുടെ രക്തമൊലിച്ച് ഒരു നദി ഉണ്ടാകുന്നതിനെയാണ് അടുത്ത ശ്ലോകം പറഞ്ഞത്. സംചിദ്യമാനദ്വിപദേ ഭവാചിനാം അംഗപ്രസൂതാ ശതശോസൃഗാപഗാഃ ഭുജാഹയ പൂരുഷ ശീർഷകച്ചപാഃ ഹതദ്വിപദ്വീപഹയഗ്രഹാകുലാഃ. തുടരുന്നുണ്ടത്. കരോരുമീനാ നരകേശ ശൈവലാഃ ധനുസ്തരംഗായുധ ഗുൽമസങ്കുലാഃ അച്ഛൂരികാവർത്തഭയാനകാ മഹാമണിപ്രവേഗാഭരണാശ്മശർക്കരാഃ പ്രവർത്തിതാ ഭീരുഭയാവഹാ മൃധേ മനസ്വിനാം ഹർഷകരീ പരസ്പരം വിനിഗ്നധാരീൻ മുസലേന ദുർമദാൻ സംഘർഷണേന അപരിമേയ തേജസാ. അപ്പൊ ആ നദി, രക്തനദി ഒഴുകുന്നതിനെ എന്തൊക്കെയാണ് അതിലുള്ള ഘടകങ്ങൾ എന്ന് പറയണ. സംഛിദ്യമാനദ്വിപദേ ഭവാചിനാം അംഗപ്രസൂത ശതശോസൃഗാപഗാഃ ഭുജാഹയ പൂരുഷ ശീർഷകച്ചപാഃ ഹതദ്വിപദ്വീപഹയഗ്രഹാകുലാഃ. കരോരുമീനാ നരകേശ ശൈവലാഃ ധനുസ്തരംഗായുധ ഗുൽമസങ്കുലാഃ അച്ഛൂരികാവർത്ത ഭയാനകാ മഹാമണിപ്രവേഗാഭരണാശ്മശർക്കരാഃ പ്രവർത്തിതാ ഭീരുഭയാവഹാ മൃധേ മനസ്വിനാം ഹർഷകരീ പരസ്പരം വിനിഗ്നധാരീൻ മുസലേന ദുർമദാൻ സംഘർഷണേന അപരിമേയ തേജസാ. അപ്പൊ ഈ 3 ശ്ലോകങ്ങളിലും കൂടിയിട്ടാണ് അസൃഗാപക പ്രവർത്തിത. അസൃക്ക രക്തം, ആപകങ്ങൾ നദികൾ, അസൃഗാപകാഹ രക്തനദികൾ. അപ്പൊ ഒന്നല്ല, അനേക നദികളായിട്ട് പല കൈവഴികളായിട്ട് പ്രവർത്തിച്ചു. നദികൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒഴുകി എന്നർത്ഥം. നദികൾ ഇങ്ങനെ ചോര കൊണ്ട് പ്രവാഹമായിട്ട് ഒഴുകണം. കാരണം 23 അക്ഷൗഹിണി, അപ്പൊ ഏകദേശം 25 ലക്ഷം എന്ന് നമ്മൾ രാവിലെ കണക്ക് കൂട്ടിയിരുന്നു. അപ്പൊ 25 ലക്ഷത്തോളം സൈന്യത്തിന്റെ, അതുപോലെ ആനയും കുതിരയും ഒക്കെ വലിയ ശക്തിയുള്ള മൃഗങ്ങളാണ്. അതിന്റെ രക്തമൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആനകൾ, കുതിരകൾ, രഥത്തിലുള്ള കുതിരകൾ വേറെയുണ്ട് അല്ലേ? അപ്പൊ 25 ലക്ഷത്തിൽ നിൽക്കില്ല. കാലാളുകൾ എല്ലാവരുടെയും രക്തം കൊണ്ട് പുഴയായി ഒഴുകുകയാണ്. അപ്പോ എന്തൊക്കെയാണ് ആ പുഴയിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത്? ബലരാമസ്വാമി മുസലം കൊണ്ട് ഇവരെയൊക്കെ, മുസലം എന്ന് പറഞ്ഞാൽ ഒലയ്ക്ക കൊണ്ടും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളെ കൊണ്ടും കൊന്നിടുന്നുണ്ട്. അതാണ് അപരിമേയ തേജസ സംഘർഷണേന ദുർമദാൻ അരീൻ മുസലേന വിനിഗ്നത. ആ സംഘർഷണൻ ഭഗവാൻ ബലരാമസ്വാമി അപരിമേയ തേജസ്, അദ്ദേഹത്തിന്റെ തേജസ് അളക്കാൻ പറ്റാത്ത പ്രഭാവമാണ്, ശക്തിയാണ്. അനന്തനല്ലേ ഇല്ലേ? അനന്തന്റെ ആയിരക്കണക്കിന് ശിരസ്സുകളിൽ ഒരു ശിരസിൽ കടുകുമണി പോലെ ഇരിക്കുന്നു ഭൂമി എന്നാണ് പഞ്ചമസ്കന്ധത്തിൽ വർണ്ണിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥമിവ ലക്ഷ്യത്തെ എന്നാണ്. സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ കടുകാണ്. ഒരു കടുകുമണി ഇരിക്കുന്നത് പോലെയാണ് അനന്തന്റെ ഒരു ശിരസിൽ. എല്ലാ ശിരസിന്റെ ആവശ്യമില്ല ഈ ഭൂമിയെ താങ്ങാൻ. ഒരു ശിരസിന്റെ മുകളിൽ ഒരു കടുകുമണി പോലെയാണ് ഈ ഭൂമി ഇരിക്കുന്നത്. മറ്റു ലോകങ്ങളെ എല്ലാം 14 ലോകങ്ങളും അനന്തന്റെ ശിരസിലാണ്. അപ്പൊ ആ അനന്തനാണ് സംഘർഷണൻ ഭഗവാൻ ബലരാമസ്വാമി. അദ്ദേഹത്തിന്റെ തേജസ് എത്രയാന്ന് പറയാൻ പറ്റുമോ? അപരിമേയ തേജസ, അളക്കാൻ പറ്റാത്ത പ്രഭാവത്തോടു കൂടിയവനായിട്ടുള്ള ആ ബലരാമനാൽ സംഘർഷണേന ദുർമദാൻ അരീൻ
അഹങ്കാരികളായ ശത്രുക്കളെ എന്ത് ചെയ്യുന്നു? മുസലേന വിനിഗ്നത, മുസലം കൊണ്ട് ഒലയ്ക്ക കൊണ്ട് നിഹനിക്കുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മൃതേ യുദ്ധത്തില് മനസ്വിനാം പരസ്പരം ഹർഷകരീ, ധീരന്മാരായിട്ടുള്ളവർക്ക് ഈ നടക്കുന്ന യുദ്ധം കാണുമ്പോൾ ഹർഷമുണ്ടാക്കും. വീരന്മാർക്ക് യുദ്ധം കാണുന്നത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ മറ്റ് കൂട്ടരുണ്ട്, അവരാരാണ്? ഭീരുഭയാവഹ, ഭീരുക്കൾക്ക് ഭയത്തെ ആവഹിക്കുന്നതാണ് ഇതുപോലെയുള്ള യുദ്ധം. അയ്യോ എനിക്ക് കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് ഭയപ്പെട്ടുകൊണ്ട് ഓടിപ്പോകും ഭീരുക്കള്. വീരന്മാര് നല്ല ആവേശത്തോടെ നിന്ന് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പക്ഷത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് അവർ നിന്ന് ആർക്കും, അല്ലേ? അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്വിനാം ഹർഷകരി, മനസ്വികൾക്ക് ഹർഷകരിയും ഭീരുഭയാവഹ, ഭീരുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഈ യുദ്ധം തുടരുകയാണ്. അപ്പൊ അതില് മഹാമണി പ്രവേഗ ആഭരണ അശ്മ ശർക്കരാഹ, ഈ നദിയെ ഇനി വിശേഷിപ്പിക്കാൻ തുടങ്ങണം. അല്ലെ, അസൃഗാപകാഹ എന്ന് സൂചിപ്പിച്ചു. രക്തനദികൾ. അപ്പൊ നദികളില് എന്തൊക്കെ വേണം, അതൊക്കെ ഇനി എന്തൊക്കെയാണെന്ന് പറയാൻ പോവണം. അപ്പോ മഹാമണി പ്രവേഗ ആഭരണ അശ്മ ശർക്കരാഹ, ഇവരുടെയൊക്കെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന രത്നങ്ങളുണ്ട്. ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ ശരീരത്തിൽ കിരീടങ്ങളിലും തോൾവളകളിലും മറ്റു വളകളിലും മാലകളിലും ഒക്കെ ആയിട്ട് രത്നങ്ങളുണ്ട്. ആ രത്നങ്ങൾ, അതാണ് മഹാമണികൾ. അതിന്റെ പ്രവേഗം, അതിന്റെ സമൂഹം കൊണ്ടുണ്ടാക്കിയ ആഭരണ അശ്മ ശർക്കരാഹ, ആഭരണങ്ങളിലെ അശ്മങ്ങൾ, കല്ലുകൾ ശർക്കരകളായിട്ട്. ശർക്കര എന്ന് പറഞ്ഞാല് ഈ പുഴയിലെ അടിയിലുള്ളതായിട്ടുള്ള മണലിനെയാണ് ശർക്കര എന്ന് പറയുക. വലിയ വലിയ തരികളോട് കൂടിയതായിട്ടുള്ള മണല്. ആ പേര് നമ്മൾ പഞ്ചസാരയ്ക്കും എടുത്തതാണ്, അല്ലേ? പഞ്ചസാര പോലെയുള്ള തരികളോട് കൂടിയതായിട്ടുള്ള മണല്. അപ്പോ ഇവിടെ എന്താണ്? വിവിധ വർണ്ണങ്ങളിലുള്ള അശ്മ കല്ലുകളാണ് ശർക്കരകളായിട്ട്, മണൽ തരികളായിട്ട്, വലിയ കല്ലുകളൊക്കെ ആയിട്ട് പുഴയുടെ അലങ്കാരമായി ഭവിക്കുന്നത്. അപ്പൊ മഹാമണി പ്രവേഗ ആഭരണ അശ്മശർക്കരാഹ, അതുപോലെ അച്ചൂരിക ആവർത്ത ഭയാനകാഹ. അച്ചൂരികം എന്ന് പറഞ്ഞാല് പരിചകൾ, അതുപോലെ ചക്രങ്ങൾ, ഇവരുപയോഗിക്കുന്ന ആയുധങ്ങൾ, അല്ലെങ്കിൽ ഈ രഥത്തിന്റെ ചക്രങ്ങള്, ഇവരുടെ പടച്ചട്ടകൾ, മറ്റേ പരിചകൾ ഉപയോഗിക്കും, ഷീൽഡുകൾ, അതൊക്കെ വൃത്താകൃതിയിലുള്ളതാണ്. അപ്പൊ വൃത്താകൃതിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ ആവർത്ത ഭയാനകാഹ. ഒരു നദിയിലെ ആവർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ചുഴികളാണ്. അപ്പൊ ചുഴികൾ പോലെ കറങ്ങുന്നുണ്ട് എന്ത്? വീണ് കിടക്കുന്ന രഥത്തിന്റെ ചക്രങ്ങള് ആ ഓടുന്ന വേഗത്തിൽ വന്നിട്ടാണ് വീഴുന്നത്. അപ്പൊ എത്രയോ നേരം അതിന്റെ ആ ഒരു മൊമെന്റം തുടർന്നുകൊണ്ടിരിക്കും, ചക്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറക്കം ഈ പുഴ, ഈ എന്താ പറയുക, രക്തനദിയില് ചുഴി പോലെ ആയിത്തീരും. അതുപോലെ ഇവരുടെ മറ്റേ ഷീൽഡുകൾ, അഥവാ എന്താ പറയാ, ഇവർ ഉപയോഗിക്കുന്നതായിട്ടുള്ള പരിചകൾ, അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ചുഴികൾ പോലെ എന്നാ പറയണത്. ചൂരിക ആവർത്ത ഭയാനകാഹ. അതുപോലെ ധനുസ്തരംഗായുധ ഗുൽമ സങ്കുലാഹ. എല്ലാവരുടെ കയ്യിലും വില്ലുകളൊക്കെ ഉണ്ടാവും. രഥത്തിലിരിക്കുന്ന സൈന്യങ്ങൾക്കൊക്കെ വില്ലുകളുണ്ട്. ആ വില്ലുകള് ഈ നദിയിൽ വീണിട്ട് ഇങ്ങനെ പൊങ്ങി 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 ഒഴുകി പോകുന്നത് കാണുമ്പോൾ അത് തരംഗങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അതാണ് ധനുസ്തരംഗായുധ ഗുൽമ സങ്കുലാഹ. ധനുസ്സാവുന്ന തരംഗം. അതുപോലെ മറ്റ് ആയുധങ്ങള് അതിൽ ഗുൽമങ്ങൾ പോലെ. ഗുൽമങ്ങൾ എന്ന് പറഞ്ഞാൽ നദിയിൽ ചില ചെടികളൊക്കെ ഉണ്ടാവും കരയുടെ തീരത്തൊക്കെ. അപ്പൊ ആയുധങ്ങളൊക്കെ ഇങ്ങനെ ഈ നദിയുടെ വശത്തേക്കൊക്കെ അടിഞ്ഞുകൂടുന്നുണ്ട്. അത് ഈ ഗുൽമങ്ങൾ, ചെറിയ പൊന്തക്കാടുകൾ പോലെ അടിഞ്ഞുകൂടുന്നത് ഗുൽമങ്ങൾ പോലെ തോന്നുന്നു. ധനുസ്സുകൾ തരംഗങ്ങൾ പോലെ തോന്നുന്നു. വില്ലുകൾ ഇങ്ങനെ തരംഗമുണ്ടാക്കുന്നു. നരകേശ ശൈവലാഹ. ശൈവലം എന്ന് പറഞ്ഞാല് ഈ കുളവാഴയ്ക്കും മറ്റ് പായലുകൾ, ചണ്ടികൾ, ഇതിനൊക്കെ പറയുന്ന പേരാണ് ശൈവലം, ശൈവാലം ഒക്കെ ഉള്ളത്. അപ്പൊ നരകേശങ്ങൾ, വലിയ വലിയ തലമുടിയുള്ള ആൾക്കാരാണ് അന്നത്തെ ആൾക്കാരൊക്കെ. അവരുടെ കേശങ്ങളൊക്കെ ഈ ചണ്ടികൾ പോലെ ഈ ഇതിന്റെ നദിയുടെ മുകളില് പൊങ്ങിക്കാണുന്നു.
ചണ്ടികൾ പാറിക്കിടക്കും പോലെ ഇവരുടെയൊക്കെ തലമുടികൾ ഇങ്ങനെ പാറിക്കിടക്കുന്നു ഈ രക്തനദിയുടെ മുകളില്. അതാണ് നരകേശ ശൈവലാഹ കരോരു മീനാഹ. കരങ്ങളും ഊരുക്കളും മീനുകൾ പോലെ. ഇവര് കൈകളൊക്കെ മുറിഞ്ഞു വീണതൊക്കെ നീളത്തിലുള്ള മത്സ്യങ്ങൾ ഇങ്ങനെ പൊളയും പോലെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട്. ചിലപ്പോൾ വീണ് പിടയ്ക്കും കുറച്ച് നേരത്തേക്കൊക്കെ അല്ലേ. ഊരുക്കൾ തുടകളൊക്കെ വലിയ വലിയ വണ്ണമുള്ള മത്സ്യങ്ങളെ പോലെ ഈ ഇതിൽ നദിയിൽ കിടന്ന് ഒഴുകുന്നുണ്ട്. അതാണ് കരോരു മീനാഹ ഹതദ്ദിപ ദീപ ഹയഗ്രഹാകുലാഹ. ഹതദ്ദിപ ദീപം ഒരു നദിയാവുമ്പോ അതിന്റെ അവിടെ ദ്വീപ് പോലെ ഇങ്ങനെ മണ്ണും പാറകളും ഒക്കെ ഉണ്ടാവും അല്ലേ, കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള മണ്ണുകളും അതുപോലെ പാറകളും. ഇവിടെ എന്താണ് ഹതദ്വീപങ്ങളാണ്. ദ്വീപങ്ങൾ എന്നാൽ ആനകള്. അപ്പൊ കൊല്ലപ്പെട്ട ആനകള് ചെറിയ ദ്വീപുകൾ പോലെ കാണപ്പെടുന്നുണ്ട് അവിടെ. ചിലപ്പോൾ 10 ആനകൾ ഒന്നിച്ചു കൂടിയാൽ വലിയൊരു ദ്വീപായി, ചിലത് 2 ആനകളായിരിക്കും, ചിലപ്പോൾ ഒരു ആനയുള്ളപ്പോൾ ഒരു പാറക്കെട്ട് പോലെ ഇരിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഈ വെള്ളത്തിന്റെ മുകളില് ദ്വീപുകൾ പോലെ ആനക്കൂട്ടങ്ങളും. ഹതദ്വീപ ദ്വീപം. ഹയഗ്രഹാകുലാഹ ഹയങ്ങൾ ഗ്രഹങ്ങൾ പോലെ. ഹയങ്ങൾ എന്നാൽ കുതിരകൾ. കുതിരകൾക്ക് വായ പൊളിച്ച് വലിയ പല്ലുകളാണ്. അപ്പൊ ആ വായ പൊളിച്ചിരിക്കുന്ന ആ പല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ മുതലയുടെ വായ പോലെ തോന്നും. ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ രക്തത്തിൽ ഒഴുകിപ്പോകുന്നതായിട്ടുള്ള കുതിരകളുടെ തലകൾ മുതലകൾ തലനീട്ടി പോകുന്നത് പോലെ തോന്നുന്നു. എന്ത് നല്ല വർണ്ണനയാണ്! ഇതുപോലൊരു വർണ്ണന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാണ് കരോരു മീനാഹ ഹതദ്വിപദ്വീപ ഹയഗ്രഹാകുലാഹ പുരുഷശീർഷ കച്ചപാഹ. കച്ചപം ആമകളാണ്. നദിയായ ആമ വേണ്ടേ? ഇരിക്കട്ടെ, ആമകൾ എന്താണ്? പുരുഷ ശീർഷങ്ങൾ, മനുഷ്യന്മാരുടെ തലകള്. അപ്പൊ കഷണ്ടിക്കാരൊക്കെ ധാരാളം ഉണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ മുടി വേറെ മുറിച്ചു കളഞ്ഞിട്ട് അത് ശൈവലം പോലെ പോകുന്നു. അവരുടെ തല ആമയുടെ തോട് പോലെ, തലയോടുകൾ ഇങ്ങനെ പോകുന്നത് ആമത്തോട് പോലെ തോന്നുക. അപ്പോ നദിയിലുള്ള ആമകളാണോ എന്ന് തോന്നിപ്പോകും ഇവരുടെയൊക്കെ തലകൾ ഒഴുകി പോകുന്നത് കണ്ടാല്. അതാണ് പുരുഷ ശീർഷ കച്ചപാഹ ഭുജാഹയഹ. ഇനി ചില ആളുകളുടെ കൈകളൊക്കെ വളരെ ദീർഘമായിട്ടുള്ള കൈകളാണ്. അത് കാണുമ്പോൾ പാമ്പുകളാണോ എന്ന് തോന്നിപ്പോകും. അഹി എന്ന പാമ്പാണ്. ഭുജാഹയഹ എന്ന് പറഞ്ഞാല് കൈകളാകുന്ന പാമ്പുകളോട് കൂടിയതാണ് ഈ അസൃഗ് ആപക, ഈ ചോര കൊണ്ടൊഴുകുന്ന നദി എന്ന് പറയണം. ഭുജാഹയഹ. ഇങ്ങനെയുള്ള സംഛിദ്യമാന ദ്വിപദ ഇബവാചിനാം അംഗപ്രസൂതാഹ അസൃഗാപകാഹ ശതശഃ പ്രവർത്തിതാഹ. 100 നദികൾ ഒഴുകിയെന്നാണ്. അതാണ് ശതശഃ അസൃഗാപകാഹ. രക്ത ആപകങ്ങൾ, നദികൾ. ശതശഃ 100 പ്രവർത്തിതാഹ. അപ്പൊ എന്തുകൊണ്ട്? സംഛിദ്യമാന ദ്വിപദ ഇഭ വാജിനാം. സംഛിദ്യമാനം ഛേദിക്കപ്പെട്ടവരായ ദ്വിപദന്മാരെന്നാൽ ഇരുകാലികൾ മനുഷ്യർ. കാലാൾ സൈന്യം, കാലാൾ സൈന്യവും. ഇഭം എന്നാൽ ആന, വാജി കുതിര. അപ്പൊ മനുഷ്യരുണ്ട്, ആനകളുണ്ട്, കുതിരകളുണ്ട്. ഇവരെല്ലാം ഛേദിക്കപ്പെട്ട് ഇവരുടെയൊക്കെ അംഗപ്രസൂതാഹ അവയവങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള അസൃഗാപകാഹ രക്തനദികൾ, രക്തപ്രവാഹങ്ങൾ. ശതശഃ പ്രവർത്തിതാഹ 100 പ്രവർത്തിക്കുകയാണ്. അപ്പോ എന്താ പറയുക, ഒരു നദിയിലുള്ള എല്ലാ ഘടകങ്ങളും ഇവരുടെ മുറിഞ്ഞു വീണതായിട്ടുള്ള അവയവങ്ങളെ കൊണ്ടും ആയുധങ്ങളെ കൊണ്ടും രഥചക്രങ്ങളെ കൊണ്ടും എല്ലാം കൊണ്ടും കാണുമ്പോൾ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ചുവന്ന ഒരു നദി ഒഴുകുന്നു എല്ലാ ഘടകങ്ങളോടും കൂടി. അങ്ങനെ വർണ്ണിച്ചിരിക്കുകയാണ് ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് രക്തനദി. സംഛിദ്യമാന ദ്വിപദേവവാജിനാം അംഗപ്രസൂതാ സദസോസൃഗാപകാഹ ഭുജാഹയഃ പൂരുഷശീർഷ കച്ഛപാഹ ഹതദ്വിപദ്വീപ ഹയഗ്രഹാകുലാഹ കരോരുമീനാ നരകേശ ശൈവലാ ധനുസ്തരംഗായുധഗുൽമസങ്കുല അച്ചൂരികാവർത്ത ഭയാനക മഹാമണിപ്രവേഗാഭരണ അശ്മശർക്കരാഹ പ്രവർത്തിതാഭീരുഭയാവഹാമൃതേ മനസ്വിനാം ഹർഷകരീ പരസ്പരം വിനിഗ്നദാരീം മുസലേന ദുർമദാൻ സംഘർഷണേനാപരിമേയ തേജസാ. അപ്പോൾ ഇവിടെ സംഘർഷണമൂർത്തി തന്റെ ഒലയ്ക്ക കൊണ്ടും
ഭഗവാൻ തൻ്റെ വില്ലുകൊണ്ട് കറങ്ങിക്കൊണ്ട് അലാത ചക്രം പോലെ കറങ്ങിക്കൊണ്ട് പ്രയോഗിച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് ഈ സൈന്യങ്ങളെല്ലാം അവയവങ്ങളറ്റ് മരിച്ചു വീഴുകയാണ്. ബലം തദംഗാർണവ ദുർഗ ഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോ വിക്രീഡിതം തജ്ജഗദീശയോ പരം. ബലം തദംഗാർണവ ദുർഗ ഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോ വിക്രീഡിതം തജ്ജഗദീശയോ പരം. ബലം തത് അംഗ, ഹേ അംഗ, പരീക്ഷത്തിനെ സുഖബ്രഹ്മർഷി വിളിക്കുകയാണ്. അല്ലയോ പൂജ്യനായ പരീക്ഷത്തെ, അർണവദുർഗ ഭൈരവം ദുരന്തപാരം മഗധേന്ദ്രപാലിതം തദ്ബലം ക്ഷയം പ്രണീതം. ക്ഷയം പ്രണീതം, ക്ഷയത്തിലേക്ക് നയിക്കപ്പെട്ടു. ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം എന്നും അർത്ഥം. യമന്റെ ലോകത്തിനും പേര്. യമലോകത്തിന്റെ ഒരു പര്യായമാണ് ക്ഷയം. അപ്പോ ഇവിടെ നാശം പ്രാപിച്ചു. അവരൊക്കെ എവിടേക്ക് പോയി? ക്ഷയം പ്രണീതം, യമലോകത്തിലേക്ക് നയിക്കപ്പെട്ടു എന്നർത്ഥം. അപ്പോ എങ്ങനെയുള്ളത്? തത് ബലം, ആരുടെ ബലം? ഇദ്ദേഹത്തിന്റെ മഗേന്ദ്രപാലിതം ബലം. മഗേന്ദ്രൻ, മഗധ രാജാവ്, മഗധേന്ദ്രപാലിതം, മഗധേന്ദ്രനായിട്ടുള്ള ജരാസന്ധനാൽ പാലിക്കപ്പെടുന്ന അർണവദുർഗ ഭൈരവം. വന്ന വരവ് കണ്ടപ്പോ അർണവം പോലെ ദുർഗവും ഭൈരവവും. അർണവം സമുദ്രം, അപ്പൊ സമുദ്രം പോലെ കടക്കാൻ കഴിയാത്തത് അതാണ് ദുർഗം, ഗമിക്കാൻ ദുഃഖമുള്ളത്. അതുപോലെ ഭൈരവം എന്നാൽ ഭയങ്കരം. അപ്പൊ കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്ന ഒരു സമുദ്രം പോലെ ആർത്തലച്ച് വന്നതാണ് ദുരന്തപാരം. അതിന്റെ പാരം അന്തമില്ലാത്തതാണ്, മറുകര കാണാൻ പറ്റാത്തതായിട്ടുള്ള അവധിയില്ലാത്ത സൈന്യം. ആ മഗേന്ദ്രപാലിതം തദ്ബലം, മഗധേന്ദ്രപാലിതമായിട്ടുള്ള ആ സൈന്യം ക്ഷയം പ്രണീതം, യമലോകത്തിലേക്ക് നയിക്കപ്പെട്ടു അഥവാ നശിപ്പിക്കപ്പെട്ടു. തത് ജഗദീശയോ വസുദേവപുത്രയോ വിക്രീഡിതം പരം. ഇത് ആ ജഗദീശ്വരന്മാരാണ് ഈ രണ്ടുപേരും, രാമകൃഷ്ണന്മാർ. അവരിപ്പോ വസുദേവപുത്രന്മാരായി അവതരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വസുദേവപുത്രയോഹോ ജഗദീശയോഹോ പരം വിക്രീഡിതം. വെറും കളി മാത്രമാണ്, അല്ലാതെ നിങ്ങളിതിനെ വലിയൊരു സംഭവമായിട്ടൊന്നും കാണണ്ട, അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, സംഹരിക്കുന്നതായിട്ടുള്ള ഈ മഹാപുരുഷന്മാർക്ക് ഇതൊക്കെ എന്ത് നിസ്സാരം, ഒരു കളിയാണ്. അതാണ് പരം വിക്രീഡിതം. ജഗദീശയോഹോ പരം വിക്രീഡിതം. ഈ ജഗത്തിനെ മുഴുവൻ ഈശനം ചെയ്യുന്നവരുടെ വെറും ലീല മാത്രമാണ്, വിനോദമാണ്, അല്ലാതെ സീരിയസ് ഒന്നുമല്ല. അതാണ് അടുത്ത ശ്ലോകത്തിലും കൂടി പറയുന്നു. സ്ഥിത്യുൽഭവാന്തം ഭുവനത്രയസ്യ യഃ സമീഹതേ അനന്തഗുണസ്മലീലയാ ന തസ്യ ചിത്രം പരപക്ഷ നിഗ്രഹഃ തഥാപി മർത്യാനുവിദസ്യ വർണ്യതേ. സ്ഥിത്യുൽഭവാന്തം ഭുവനത്രയസ്യ യഃ സമീഹതേ അനന്തഗുണസ്മലീലയാ ന തസ്യ ചിത്രം പരപക്ഷ നിഗ്രഹഃ തഥാപി മർത്യാനുവിദസ്യ വർണ്യതേ. ഓ അനന്തഗുണഃ യഃ, ആരാണോ അനന്തമായ ഗുണങ്ങളോടുകൂടിയ ഭഗവാൻ, ആ ഭഗവാൻ ഭുവനത്രയസ്യ സ്ഥിത്യുൽഭവാന്തം ലീലയാ സമീഹതേ. ഈ മൂന്ന് ലോകങ്ങളുടെയും ഭുവനത്രയസ്യ സ്ഥിതി ഉത്ഭവ അന്തം, സ്ഥിത്യുൽഭവാന്തം. അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് മൂന്നും എന്ത് ചെയ്യുന്നു? ലീലയാ സമീഹതേ, വളരെ ലീലയായിട്ട് നടത്തുന്ന ആളാണ്. അങ്ങനെയുള്ള തസ്യ പരപക്ഷ നിഗ്രഹ ന ചിത്രം, ആ ശത്രുപക്ഷത്തിന്റെ നിഗ്രഹം ഇവരെ സംബന്ധിച്ച് ന ചിത്രം, വിചിത്രമൊന്നുമല്ല, അത്ഭുതമൊന്നുമല്ല, ആശ്ചര്യപ്പെടേണ്ടതൊന്നുമില്ല, നിസ്സാരം. ന ചിത്രം. തഥാപി മർത്യാനുവിദസ്യ വർണ്യത. എന്നാലും ഭഗവാൻ ഒരു മർത്യാവതാരമെടുത്ത് ലീല ചെയ്യല്ലേ, അത് വർണ്ണിക്കുകയാണ്. എന്തിനു വേണ്ടി? എല്ലാവരുടെ ഉള്ളിലും ഈ ഭഗവാന്റെ ലീല പതിഞ്ഞു കിടക്കാൻ വേണ്ടി. ദുഷ്ടന്മാർക്കൊക്കെ ഈ ലീല ഓർക്കുമ്പോൾ ഭയമുണ്ടാകാൻ വേണ്ടി, ശിഷ്ടന്മാർക്കൊക്കെ ധൈര്യമുണ്ടാകാൻ വേണ്ടി, എല്ലാവർക്കും ധർമ്മം അനുസരിച്ച് ജീവിക്കുവാനുള്ള പ്രേരണ ഉണ്ടാവാൻ വേണ്ടി അല്ലേ ഭഗവാന്റെ ഈ ലീല ധർമ്മ സംസ്ഥാപനത്തിനുള്ള ലീലയാണ്.
അപ്പൊ നമ്മൾ അധർമ്മം ചെയ്താൽ ഭഗവാന്റെ അടിക്ക് നമ്മളും പാത്രമാകും, ഭഗവാന്റെ ശിക്ഷയ്ക്ക് നമ്മളും പാത്രമാകും എന്ന് എല്ലാവർക്കും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത് കൂടിയിട്ടാണ് ഭഗവാന്റെ ഈ ലീല. ഇത് മർത്യാവതാരമായി ഇത്രയും വർണ്ണിച്ചതാണ്. വാസ്തവത്തിൽ ഇതൊന്നും ഭഗവാന്മാർക്ക് ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്, ഇത് വിചിത്രമല്ല. സ്ഥിത്യുൽബാന്തം ഭുവനത്രയസ്യ യഃ സമീഹതേ അനന്തഗുണസ്മലീലയാ ന തസ്യ ചിത്രം പരപക്ഷ നിഗ്രഹ തദാപി മർത്യാനുവിദസ്യ വർണ്യതേ. ഇവിടെ നിൽക്കട്ടെ, നാളെ രാവിലെ തുടരാം. സമയം അതിക്രമിച്ചു, രാവിലെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ 11 മണിക്ക് ശേഷം കാണാം. ഹരി ഓം.